Good morning, everyone. എൻ്റെ പേര് ആൻഡ്രിയ നായർ. ഞാൻ പാലക്കാട് പാലക്കാട് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ബിസിനസ് ചെയ്യുന്നു, അതേപോലെ ഒരു യൂട്യൂബർ ആണ്. ഇപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് ഒരു നാല് മാസം ആവുന്നു. അപ്പോ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസരവും കൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാലേ, ഇന്ന് നമുക്ക് പ്രൊഡക്റ്റ് സെഷൻ ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലെ, ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക, അതിനെ പറ്റിയിട്ട് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ എടുക്കാനായിട്ട് നമുക്ക് മുന്നിൽ വരുന്നത്. അതായത് രാഘവൻ സാറ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രാഘവൻ സാർ കോഴിക്കോട് സ്വദേശിയാണ്. അതുപോലെ തന്നെ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാറിന് വെൽനെസ് മേഖലയിൽ. അപ്പൊ സാറിന്റെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സെഷൻ ലാസ്റ്റ് വരെ എല്ലാവരും നല്ല ഇതോടുകൂടി നല്ല ഒരു എന്താ പറയാ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒരു ബുക്കും പെന്നും കൂടി എടുത്തു വെച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം നല്ല രീതിയിൽ തന്നെ നമുക്ക് സാർ പറയുന്ന ഓരോ ഇൻഫർമേഷനും നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ കൂടി സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ, വെൽക്കം ടു ദ പ്ലാറ്റ്ഫോം. നമസ്കാരം. വോയിസ് ക്ലിയർ അല്ലേ ആൻഡ്രിയ? ഹലോ, ക്ലിയർ ആണ് സർ. ക്ലിയർ ആണല്ലോ അല്ലേ? വോയിസ് ക്ലിയർ ആണ് സർ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇഫ് എനി ഡിസ്റ്റർബൻസ് യു ഹാവ് ടു റിമെമ്പർ മീ. ഓക്കെ, അപ്പം നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ഒരു വെൽനസ് ഓണ്ടർപ്രനർ ആണ്, ടു ബി പ്രിസൈസ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് സ്ട്രേറ്റ് അവേ വി ആർ എൻറ്ററിങ് ഇൻ ടു ദ ടോപ്പിക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം. ഇന്നത്തെ ടോപ്പിക് നമുക്കറിയാം, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ സിഗ്നൽ എന്നാണ് ടോപ്പിക്കിന്റെ ഹെഡ്ലൈൻ തന്നെ. എനിക്ക് എന്തുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ സെഷൻ കേട്ടിട്ടുള്ള വ്യക്തികൾക്ക് അറിയാൻ പറ്റും, ജീവിതത്തിലെ ആരോഗ്യത്തിൽ നിന്നും അനാരോഗ്യത്തിലേക്ക് കിടക്കുന്നത്, അതായത് ആരോഗ്യം നമുക്ക് എന്നാണോ നഷ്ടപ്പെട്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്നാണോ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയത് അന്നു മുതൽ നിങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് ഞാൻ പറയും. അപ്പൊ ഞാൻ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണോ എന്ന് എനിക്കറിയൂ. പല ആൾക്കാരും ആരോഗ്യത്തിന്റെ പാരാമീറ്റർ എടുക്കുന്നത് ഒരുപക്ഷെ ഫിസിക്കൽ, നല്ല ജിമ്മിലൊക്കെയാണ് പോയി വർക്കൗട്ട് ചെയ്യുന്നത്, നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളൊക്കെയാണ്, നല്ല മസ്കുലർ സ്ട്രെങ്ത് ഉള്ള ഒരാളാണെങ്കിൽ ഓ എന്താ ഹെൽത്തി, എന്താ ഹൈറ്റ്, എന്താ സൈസ്, എന്താ വെയിറ്റ്, എന്താ ബോഡി ഷേപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ശരിയല്ലേ? പലതും പല പാരാമീറ്റേഴ്സ് ആണ് അല്ലെ? അപ്പോ ഇതെല്ലാം നമ്മൾ ഔട്ട്സൈഡ് കാണുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസൈഡ് നമുക്ക് ആരോഗ്യം ഉണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പോരാത്തതിൽ ഇന്ന് പറയപ്പെടുന്ന പല ജീവിതശൈലി അസുഖങ്ങളും ഓവർ എ പീരീഡ് ഓഫ് ടൈം പെട്ടെന്ന് ഉണ്ടാവുന്നതൊന്നും അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഉണ്ടാവുന്നതൊന്നും അല്ല. പക്ഷെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് എങ്ങനെ ഡയബറ്റിക് ആയി, ഇന്നലെ രാത്രി നന്നായിട്ട് കടന്നുറങ്ങിയിട്ടുള്ള ഒരാൾ ഇന്ന് എങ്ങനെ രാവിലെ എങ്ങനെ അറ്റാക്ക് വന്നു, ഇന്നലെ വൈകുന്നേരം വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇന്നലെ രാത്രി എങ്ങനെ സ്ട്രോക്ക് വന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, വളരെ സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് എങ്ങനെ ക്യാൻസർ വന്നു, തീരെ മദ്യപിക്കാത്ത ആൾക്കാരാണ്, തീരെ പുകവലിക്കാത്ത ആൾക്കാരാണ് എങ്ങനെ ലങ്സിന് പ്രോബ്ലം വന്നു, എങ്ങനെ COPD വന്നു, എങ്ങനെ പ്രമേഹം വന്നു, എങ്ങനെ രക്താതി സമ്മർദ്ദം വന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് ബാക്കോട്ട് ചിന്തിച്ച് നോക്കിയാൽ ഇതെല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്, ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു സെഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓരോ ടോപ്പിക്, നമ്മൾ ഫാറ്റി ലിവറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും, മെറ്റബോളിക് റേറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും, ഡയബറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും, ഈവൻ കാർഡിയാക് ഹാർട്ട് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും, ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും, ഈവൻ ഒബേസിറ്റി വരെ, ഞാനൊരു 2 months ബാക്ക് ഞാൻ ഒബേസിറ്റിന്റെ ഒരു സെഷൻ ചെയ്തിരുന്നു. ആ സെഷനിലും ഒരു 10 മിനിറ്റോളം
ഇടം പിടിക്കാൻ സാധിച്ച ഒരു ടോപ്പിക് ആയിരുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ദാറ്റ് മീൻസ് ഓരോ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലേക്കും എത്തിക്കുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പം ഇതൊരിക്കലും നമ്മൾ വിട്ടു പോവരുത്. കാരണം ഫാസ്റ്റിംഗ് ഇൻസുലിൻ ബ്ലഡ് ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ ഒരുപാട് ചിലവർക്ക് അറിയാം, ചിലവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, പക്ഷെ അറിയാം എന്താണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്നുള്ളത് അറിയാം. ചിലവർക്ക് ഇപ്പോഴും എന്താണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്നുള്ളത് അറിയില്ല. എന്താ ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പണിയെടുക്കുന്നില്ല. ഇൻസുലിൻ എന്തിനോടോ വിരക്തി, എന്തിനോടോ റെസിസ്റ്റൻസ് തോന്നിക്കുന്നു. അപ്പോൾ നമ്മള് ചില കൾച്ചർ ടെസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണോ ആന്റിബയോട്ടിക് സെൻസിറ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റെസിസ്റ്റന്റ് ആന്റിബയോട്ടിക് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ബോഡി അത് വേണ്ട രീതിയിൽ വർക്ക് ചെയ്തോളന്നില്ല. സെൻസിറ്റീവ് ആന്റിബയോട്ടിക് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റീവ് ആണോ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ഇൻസുലിന്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് എനിക്ക് അറിയണ്ടേ. എനിക്ക് എന്റെ ശരീരത്തിന് ഇൻസുലിന്റെ പ്രവർത്തനം അറിഞ്ഞാൽ മാത്രമേ എന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടോ, ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ, എത്ര കാലമായി എനിക്ക് ആരോഗ്യം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, ഇങ്ങനെ ഇതേ കണ്ടിന്യൂസ് ഇതേ സ്ഥിതിയിൽ ഒരു 4-5 വർഷം പോയാൽ, പോട്ടെ ഒരു 6 മാസം പോയാൽ, മാക്സിമം ഒരു 1 ഇയർ പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് തന്നെ ഒരു സെൽഫ് അനലൈസേഷൻ, ഒരു സ്വയം വിലയിരുത്തൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി ഇതേപോലെ പോയാൽ ഞാൻ എവിടെ എത്തിച്ചേരും, എനിക്ക് അതല്ല ആവശ്യം, എനിക്ക് തിരിച്ച് ആരോഗ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഈ ഇൻസുലിൻ റെസിസ്റ്റന്റ് നിന്നും തിരിച്ച് ബാക്കോട്ടേക്ക് പോകേണ്ട ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ 1 അവർ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത്. ചിലപ്പോൾ 1 അവർ കൊണ്ട് തീർന്നോളുന്നില്ല, ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ എക്സ്ട്രാ വന്നേക്കാം. കാരണം നമ്മൾ ടോപ്പിക് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇൻസുലിന്റെ റോൾ എന്താ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കിടക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ ടോപ്പിക് അതല്ല. ഇൻസുലിന്റെ റോൾ എന്താ? നമ്മൾ കഴിക്കുന്ന പ്രധാനമായിട്ട് ആഹാരം എന്താ? ഒരു മലയാളി, ഒരു ശരാശരി മലയാളി, പോട്ടെ ആവറേജ് ഒരു സൗത്ത് ഇന്ത്യൻ, പോട്ടെ ഒരു ആവറേജ് ഇന്ത്യൻ ഡയറ്റ്, നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ പല ആൾക്കാരുടെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ പല ആൾക്കാരുടെയും റീൽസും യൂട്യൂബ്സും അവരുടെ സെഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരിഭക്ഷണങ്ങൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. ഏറ്റവും കൂടുതൽ അന്നജാഹാരം കഴിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയിലൊക്കെ നിങ്ങൾ പല ഇന്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാശ്ചാത്യ രാജ്യങ്ങൾ അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി കണ്ട ആളാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഡയറ്റിനെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പശ്ചാത്തപിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ത്യക്കാർ ഇത് എങ്ങോട്ടേക്കാണ് അരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഗോതമ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ബ്രെഡും സീരിയൽസും മറ്റേതൊക്കെ എങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് അദ്ദേഹം വണ്ടടിച്ചുകൊണ്ടിരിക്കുക. കാരണം പല രാജ്യത്തും അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ട് പല ആൾക്കാരുടെയും ഡയറ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഡയറ്റില് നമ്മൾ ഇന്ന് കഴിക്കുന്ന വെജിറ്റബിൾസിന്റെ അളവിനേക്കാൾ കുറവായിരിക്കും അവർ കഴിക്കുന്ന അന്നജത്തിന്റെ അളവ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ശരാശരി ഇന്ത്യക്കാരൻ കഴിക്കുന്ന വെജിറ്റബിൾസിന്റെ അളവിനേക്കാൾ കുറവായിരിക്കും ഒരു അന്നജം ഒരു എന്താ പറയാ ഒരു യൂറോപ്യനോ ഒരു അമേരിക്കനോ കഴിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിശപ്പ് അടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നജം കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കൂടുതലായിട്ടും നമ്മളിങ്ങനെ അന്നജം കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നുണ്ടാവും, ശരിയല്ലേ? അപ്പൊ ഈ പഞ്ചസാരന്റെ അളവ് വർദ്ധിക്കും തോറും ഇതിനെ ക്രമീകരിച്ചെടുക്കാൻ, ഇതിനെ മെറ്റബലൈസ് ചെയ്തെടുക്കാൻ, ഇതിനെ എന്താ പറയാ കോശത്തിനകത്തേക്ക് എത്തിക്കേണ്ട പണിയാണ് ചെയ്യുന്നത് ഇൻസുലിൻ ചെയ്യുന്നത്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ വഴികാട്ടിയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ഈ ഇൻസുലിൻ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ അതായത് കോശത്തിലേക്ക് എത്തിക്കുന്നു, നമുക്ക് ഊർജം ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് റേറ്റ്, ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷൻസ്. ഒരു ശരാശരി ഒരു 25 വയസ്സ് 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മെറ്റബോളിക് റേറ്റ് ആയിരിക്കും. ഇന്നത്തെ സ്ഥിതി വളരെ അബദ്ധമാണ്. കാരണം ഇന്ന് 20-22 വയസ്സാകുമ്പോഴത്തേക്കും ഫാറ്റി ലിവറും ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞത്. കാരണം സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, ഒരു പണി എടുക്കുന്നില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ 8 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതിന്റെ അത്ര ഫ്രീ റാഡിക്കൽ സ്ട്രെസ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. 8 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അപ്പൊ ഒരു IT മേഖലയിലോ ഒരു ബാങ്കിലോ ഒരു ഗവൺമെന്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച്
മിനിമം ഒരു 7 to 8 hours ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. 1.5 പാക്കറ്റ് എങ്കിലും മിനിമം സിഗരറ്റ് വലിക്കുന്നതിന്റെ അത്രയും സ്ട്രെസ്സാണ്, അത്രയ്ക്കും ഫ്രീ റാഡിക്കൽ സ്ട്രെസ്സാണ് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു എന്താ പറയാ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആൾക്കാർ. എല്ലാം ഒരേ കണക്കാന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പുകവലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. ഓൾ ആർ ഈക്വൽ, അല്ല ശരീരത്തിനെല്ലാം ഒരേപോലെയാണ്. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത്, കൂടുതലായിട്ട് നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ഉച്ചയ്ക്ക് 1 മണിയായ വിശക്കണ്ടായോ? ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ ലഞ്ച് ടൈം ആണ്. നമ്മൾ കഴിക്കുന്ന ചോറ്റും പാത്രത്തിൽ എത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും? നമ്മൾ കഴിക്കുന്ന ചോറ്റും പാത്രത്തിൽ എത്ര അളവ് വെജിറ്റബിൾസ് ഉണ്ട്? നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ എത്ര അളവ് ഫാറ്റ് ഉണ്ട്? എത്ര അളവ് പ്രോട്ടീൻ ഉണ്ട്? എത്ര അളവ് വൈറ്റമിൻസ് ഉണ്ട്? എത്ര മിനറൽസ് ഉണ്ട്? ആലോചിച്ച് നോക്ക്. എത്ര ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്? എത്ര സാലഡ്സ് ഉണ്ട്? വളരെ കുറവാ. ഇതൊന്നും കഴിച്ചാൽ നമുക്ക് വിശപ്പടങ്ങൂല. നമുക്ക് വിശപ്പടങ്ങണമെന്നുണ്ടെങ്കിൽ ചോറ് തന്നെ തിന്നണം, അല്ലെങ്കിൽ ദോശ തന്നെ തിന്നണം, അല്ലെങ്കിൽ ഇഡ്ഡലി തന്നെ തിന്നണം, അല്ലെങ്കിൽ ചപ്പാത്തി തന്നെ തിന്നണം. ഇത് കഴിച്ചാലേ നമുക്ക് വിശപ്പടങ്ങുള്ളൂ. ബാക്കിയുള്ളത് ഇതിന്റെ കൂടെ തൊടുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നല്ല കറി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഏറ്റവും നല്ല കറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അന്നച്ചൻ കഴിക്കാൻ സഹായിക്കുന്നത് ഏതാണോ അതാണോ ഏറ്റവും നല്ല കറി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ അമിതമായിട്ട് അന്നജം കഴിക്കും തോറും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശരീരം കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും. അപ്പൊ എന്ത് സംഭവിക്കും? കുറെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, കുറെ ഇൻസുലിൻ പണിയെടുക്കൂല. ഇൻസുലിൻ ഫെറ്റപ്പ് ആവും, ഇൻസുലിൻ മടുക്കും. കാരണം ഇത് 30, 35, 40, 45 കൊല്ലം. എനിക്ക് 47 വയസ്സായി, ഐ ആം 47. അപ്പൊ എന്റെ ശരീരത്തിന്റെ ഇൻസുലിന്റെ പ്രായം 47 ആയി ചേട്ടാ. ഈ 47 വർഷമായിട്ട് ഈ 3-4 നേരം അന്നച്ചൻ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ ഇൻസുലിൻ മടുക്കൂലേ? ഡെയിലി ഞാൻ തന്നെയാണ് വെൽനസ് സെഷൻ ചെയ്യുന്നത്. നിങ്ങൾ എന്റെ മുഖം കണ്ടാൽ മടുക്കൂലേ? വല്ലപ്പോഴും ചെയ്യുമ്പോഴേ എന്റെ വാല്യൂ ഉള്ളൂ, ശരിയല്ലേ? മാസത്തിൽ ഒരിക്കൽ ചെയ്തിട്ട് എന്റെ വാല്യൂ കിട്ടുന്നില്ല, അത് വേറെ വിഷയമാണ്, അത് പോട്ടെ. അപ്പൊ ഡെയിലി 3-4 നേരം ഈ ഇൻസുലിനും ഗ്ലൂക്കോസും ഇൻസുലിൻ, നമ്മളെ ഇൻസുലിൻ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് വയ്യ, ഞാൻ നിർത്തി, ഞാൻ സമരം പ്രഖ്യാപിച്ച് ഇൻസുലിൻ അവിടെ പണി നിർത്തും. ഇൻസുലിൻ പ്രവർത്തിക്കും, അല്ല ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, പക്ഷെ വർക്ക് ചെയ്യില്ല. ഇങ്ങനെ വർക്ക് ചെയ്യാത്ത ഇൻസുലിൻ ശരീരത്തിന്റെ അളവിൽ കൂടി വരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ശരീരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിച്ചു വരുന്നുണ്ടാവും. അപ്പൊ ശരീരം എന്ത് ചെയ്യും? നേരെ ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പോകും. ഗട്ടാണ് ഏറ്റവും ഇന്റലിജന്റ് ഓർഗൻ. നമ്മളെ ശരീരത്തിൽ ഏറ്റവും ബ്രെയിനേക്കാൾ ഇന്റലിജന്റ് ഓർഗൻ എന്ന് പറയുന്നത് ഗട്ടാണ്, നമ്മൾ ആമാശയമാണ്. അപ്പൊ ഗട്ടിന് മനസ്സിലായി അവിടെ എന്തോ തകരാറുണ്ട്, മെറ്റബോളിക് റേറ്റിൽ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലായി. ഗട്ട് പോയിട്ട് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് പഠിക്കും. അനലൈസ് ചെയ്യുന്ന മനസ്സിലാക്കേണ്ടത് ഈ ഇൻസുലിൻ കുറവാ. ഇൻസുലിൻ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഗട്ട് നോക്കൂല, ഇൻസുലിൻ കുറവാ. അപ്പൊ നേരെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും ഗട്ട്. അതെ, ഗ്ലൂക്കോസ് ഇച്ചിരി കൂടുതൽ ബ്ലഡിൽ തങ്ങി നിൽക്കുന്നുണ്ട്, വേഗം പാൻക്രിയാസിനോട് ഇൻഫർമേഷൻ കൊടുത്തേക്ക് ലേശം ഇൻസുലിൻ ഉണ്ടാക്കാൻ. അപ്പൊ പാൻക്രിയാസ് എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും പമ്പ് ചെയ്യും, ഇൻസുലിൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. സംഭവിക്കുക എന്താ? വീണ്ടും പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കും. പിന്നെയും നമ്മൾ ഉഴുന്നുവടിയും പരിപ്പ് വടിയും ചോറും ചപ്പാത്തിയും തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വീണ്ടും പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കും. കുറെ ഇൻസുലിൻ പണിയെടുക്കും, കുറെ ഇൻസുലിൻ പണിയെടുക്കൂല. ഇത് കൂടി ശരീരത്തിൽ വരുന്ന അവസ്ഥ. ഈ സമയത്തെല്ലാം ഒരു പക്ഷേ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആയിരിക്കാം. 70 to 80% ഈ സിറ്റുവേഷനിലെല്ലാം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾ ഡയബറ്റിക് അല്ല എന്നുള്ളതല്ല. ഇതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. സാറേ ഞാൻ ഡയബറ്റിക് അല്ല. പല ആൾക്കാരും പറഞ്ഞു ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗർ കൺട്രോൾഡ് ആണ്, പക്ഷെ ഞാൻ ഡയബറ്റിക് അല്ല, എനിക്ക് പ്രമേഹമൊന്നുമില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. സുഹൃത്തെ, നിങ്ങൾ ഡയബറ്റിക് ആണോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നിങ്ങളുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ എത്ര ഉണ്ട് എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ഇൻസുലിന്റെ പ്രവർത്തനമാണ് ഏറ്റവും വലിയ വിഷയമാകുന്ന ടോപ്പിക്. നിങ്ങൾ ഇൻസുലിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മെറ്റബോളിക് റേറ്റും ഇൻസുലിൻ പ്രവർത്തിക്കാത്ത ആളുടെ മെറ്റബോളിക് റേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം. നമ്മൾ അതിനെ കുറിച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ പ്രമേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എന്താ? റൈറ്റ് നൗ പ്രമേഹത്തിന് ട്രീറ്റ്മെന്റ് എന്താ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു 5-6 ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് നിലവിൽ നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലെ ഡോക്ടേഴ്സ് അവർ അവലംബിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പല ആൾക്കാരും പറയാറുണ്ട് എന്റെ ഷുഗർ നോർമലാണ്, ഞാൻ പഞ്ചസാരയൊക്കെ നിർത്തി, ഒക്കെ വിത്തൗട്ട് ആണ് ഞാൻ കഴിക്കുന്നത്, അന്നജമൊക്കെ വളരെ കുറവാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. രാവിലെ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ 2 ദോശ, ചിലപ്പോൾ ഒരു പക്ഷെ രാവിലെ ഓംലെറ്റ് മാത്രമേ കഴിക്കുള്ളൂ. ഓംലെറ്റ് മാത്രം കഴിക്കുന്നുണ്ട് ഏറ്റവും നല്ലത്. ഫാറ്റിൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കട്ടനെ കഴിക്കാറുള്ളൂ, പാൽ ഒഴിവാക്കി, വളരെ നല്ലത്, ഗട്ടിന് ഹെൽത്ത് നല്ലതാണ്. ഉച്ചയ്ക്ക് വളരെ കുറച്ചേ ചോറ് കഴിക്കാറുള്ളൂ സാറേ. ഇതൊക്കെ നമ്മൾ ഇതെല്ലാം നോക്കുന്നുണ്ട്, എന്റെ ബ്ലഡ് ഷുഗർ നോർമലാണ്.
ബ്ലഡ് ഷുഗർ നോർമൽ ആണ്. ബ്ലഡ് ഷുഗറിനെ കുറിച്ച് നിങ്ങൾ ബോധം ചെയ്യുകയേ വേണ്ട. അത് നമ്മൾ ശരീരം നോർമലാക്കി എടുത്തോളൂ. നോർമൽ ചെയ്യേണ്ടത് ഇൻസുലിന്റെ പ്രവർത്തനം. എന്താണ് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ടൈപ്പ് മെഡിസിൻ, 6 ടൈപ്പ് മെഡിസിൻസ് ആണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ബ്രാൻഡ് ഒന്നും ഞാൻ പറയുന്നില്ല, എങ്ങനെയാണ് ഈ മെഡിസിന്റെ ആക്ഷൻ മാത്രം ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് നോക്കാം. എന്റെ പ്രസന്റേഷനിൽ ഈ മറ്റേ സ്ലൈഡ്സ് ഒന്നും ഉണ്ടാവില്ല. സ്ലൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യും. പക്ഷെ നോട്ട് ബുക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്നുമായിട്ട് മറച്ചു നോക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുള്ളൂ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു 60ഓളം പോയിന്റ്സ് നമ്മൾ പറയും. 20, 60ഓളം പോയിന്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ 60 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, എവിടെയെങ്കിലും ഒരു ബുക്കും പെന്നും ഉണ്ടെങ്കിൽ പോയി വേഗം എടുത്തു കൊണ്ടുവരിക, നിങ്ങൾ നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മെഡിസിനാണ്. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അമിതമായി കിടക്കുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആവും. ഇൻസുലിന്റെ പ്രവർത്തനം കൂട്ടിക്കൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലായി. പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെട്ടു, പക്ഷെ വീണ്ടും പ്രശ്നം വഷളാവുകയാണോ ചെയ്തത്, അല്ല നന്നാവുകയാണോ ചെയ്തത്? ഭാവിയിൽ പ്രശ്നം വഷളാക്കുകയാണ് അവിടെ ചെയ്തത്. അതാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരികയാണ് ശരീരത്തിൽ ഇൻസുലിൻ കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ. ഷുഗർ നോർമൽ ആവും, പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വീണ്ടും കൂടി വരും. ഇൻസുലിൻ കൂടുതൽ പ്രവർത്തിക്കാത്ത ഇൻസുലിൻ കൂടി വരും, അത് ഹൈപ്പർ ഇൻസുലിനീമിയയിലേക്ക് എത്തും. ഹൈപ്പർ ടെൻഷൻ പോലെ ഇൻസുലിന്റെ അളവ് കൂടി വരുന്ന ശരീരത്തിൽ ഇൻസുലിൻ വളരെ സ്പൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. സെക്കൻഡ് ടൈപ്പ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയും. ഈ എല്ലാ കോശത്തിലും ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. ആ സെക്യൂരിറ്റി ഗാർഡിനെയാണ് ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഈ റിസപ്റ്റർ ആണ് ഇൻസുലിനെ സ്വീകരിക്കുന്നത്. ഈ ഗ്ലൂക്കോസിന് ഇൻസുലിനെ തിരിച്ചറിയുന്നത് ഈ റിസപ്റ്റർ ആണ്. ഇപ്പൊ നമ്മൾ വലിയ വലിയ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റിയോട് പറയണം, അവിടെ എഴുതി വെക്കണം അല്ലെ, പേരും നാളും നക്ഷത്രവും നമ്മളെ മൊബൈൽ നമ്പറൊക്കെ എഴുതി വെക്കണം. ഇന്ന വ്യക്തിനെയാണ് കാണാൻ പോകുന്നത് സെക്യൂരിറ്റിന്റെ അടുത്ത് പുറത്ത് എഴുതി വെച്ചാലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്ന സാധനമാണ് ഇൻസുലിൻ റിസപ്റ്റർ. ആ വന്ന വ്യക്തിയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. കൂട്ടിക്കൊണ്ടുവന്ന ആളാണ് ഇൻസുലിൻ. അപ്പം ഈ ഇൻസുലിൻ റിസപ്റ്ററിന്റെ ഫംഗ്ഷൻ ചില കേസിൽ ഇൻസുലിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ റിസപ്റ്റാർ പണിയെടുക്കുന്നുണ്ടാവില്ല. റിസപ്റ്റാർ ഇൻസുലിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഗ്ലൂക്കോസിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻസുലിൻ റിസപ്റ്ററിനെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാനുള്ള മെഡിസിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്താ പറയാ ഒരു സാമ്പിൾ ബേസിൽ നമ്മൾ കൊടുക്കുന്നതാണ് പല ആൾക്കാരും. ഏതാണ് എഫക്റ്റീവ് ആവുക എന്ന് പറയാൻ പറ്റൂല. അടുത്തത് ഭക്ഷണത്തിന് ശേഷം ചിലവർക്ക് പോസ്റ്റ് പ്രാൻഡിയൽ PPBS എന്ന് പറയും. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയി നിൽക്കുന്നത് കാണാൻ പറ്റും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലായി നിൽക്കുന്നത് കാണാൻ പറ്റും. കാരണം ഭക്ഷണത്തിന് ശേഷം അവരുടെ ബ്ലഡ് ഷുഗർ നോർമലൈസ് ചെയ്യാനുള്ള മരുന്നുകളാണ് പല ആൾക്കാരും പല മെഡിക്കൽ പ്രൊഫഷണൽസും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ടൈപ്പ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിനെ സപ്രസ് ചെയ്യാം. ലിവറിന്റെ പണി എന്താ? ലിവർ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യത്തിന് വിടുക എന്നുള്ളതാണ് ലിവർ ചെയ്യുന്നത്. കാരണം നമ്മൾ അടിയന്തരാവസ്ഥ സമയത്ത് പട്ടിണി കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് സമയത്തിന് വിശക്കും, പക്ഷെ ആ സമയം കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ 2 മണിക്കാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പല സാഹചര്യങ്ങളും 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. 3 മണി 4 മണിയായ 2 മണിയിൽ അതേ വിശപ്പ് 4 മണിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം എന്താ? നിങ്ങളുടെ ശരീരം സാറ്റിസ്ഫൈഡ് ആയ കാരണം ലിവർ എക്സ്ട്രാ ഗ്ലൈക്കോജൻ ഫോമിൽ കുറെ സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റിലീസ് ചെയ്തോളൂ. അപ്പൊ അതിനെ ലിവറിനെ സപ്രസ് ചെയ്ത് സംഭവിക്കുക എന്താ? ഈ ഗ്ലൈക്കോജൻ ലിവറിൽ അടഞ്ഞുകൂടും. പ്രശ്നം പരിഹരിക്കപ്പെടുകയാണോ ചെയ്തത്? പ്രശ്നം രൂക്ഷമാകുകയാണോ ചെയ്തത്? ലിവറിൽ ഫാറ്റ് അടഞ്ഞു കൂടുകയാണ്. ഫാറ്റി ലിവർ തേടി വരും ഇത്തരത്തെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അടുത്തത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിലാണ് ഇതെല്ലാം അബ്സോർപ്ഷനും നടക്കുന്നത്. ചെറുകുടലിൽ നിന്നും ഷുഗർ അബ്സോർപ്ഷൻ കുറയ്ക്കുക. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണത്. ചെറുകുടലിൽ നിന്നും ഷുഗറിന്റെ അബ്സോർപ്ഷൻ മാത്രം കുറയ്ക്കുക എന്നുള്ളത് നല്ലൊരു വേ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അടുത്തത് ഏറ്റവും നല്ല വേ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇല്ലാണ്ടാക്കുക. ഇൻസുലിന്റെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള 6 ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് മെഡിക്കൽ സയൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 18 പോയിന്റ് ആണ്. ഞാൻ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണോ എന്ന് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഈ 18 പോയിന്റിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈ 18 എണ്ണത്തില് 6 എണ്ണം, അത് നമുക്ക് ലാസ്റ്റ് പറയാം. 6 എണ്ണം, ഏതെങ്കിലും 6 എണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയി തുടങ്ങിയെന്നർത്ഥം.
ഈ 18 പോയിന്റിൽ 6 to 8 നിങ്ങൾക്ക് 6 മുതൽ 8 ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്കാ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രവർത്തിക്കാത്ത ഇൻസുലിന്റെ അളവ് കൂടി വരികയാണ്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മെറ്റബോളിക് റേറ്റ് കുറയുന്നത് കാണാൻ പറ്റും. ഈ 18 എണ്ണത്തിൽ 8 മുതൽ 10 വരെ 8 to 10 സിംറ്റംസ് ലക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ അമിതമായിട്ട് വളരെ അമിതമായിട്ട് ഇൻസുലിന്റെ പ്രവാഹമാണ്, ഇൻസുലിൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇൻസുലിന്റെ പ്രളയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പണിയെടുക്കാത്ത ഇൻസുലിന്റെ അളവ് കൂടി 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 വരിക, കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. 10 മുതൽ 12 ലക്ഷണങ്ങൾ ഈ 18 എണ്ണത്തിലെ മിനിമം 10+ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ്, റെഡ് സിഗ്നലിലാണ് നിങ്ങൾ ഉള്ളത്. മേ ബി യു മേ നോട്ട് ബി ഡയബറ്റിക്, അതാണ് മനസ്സിലാക്കേണ്ടത്. മേ ബി യുവർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വിൽ ബി നോർമൽ, നിങ്ങളെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു പക്ഷേ നോർമൽ ആയിരിക്കാം. പക്ഷേ ഈ 18 എണ്ണത്തിൽ ഒരു 10ൽ കൂടുതൽ ലക്ഷണങ്ങൾ നിങ്ങളെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ ഡേഞ്ചർ സൈനിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ സൈൻ എന്താണ്? മുഖക്കുരു അല്ലെങ്കിൽ കഴുത്തില് ഷോൾഡറിലൊക്കെ കുരുക്കൾ, റെഡ് സ്പോട്ട്സ് ഉണ്ടാവുക. ഫസ്റ്റ് ആക്നെ ഇൻ ഷോൾഡർ, നെക്ക് ആൻഡ് ഫേസ്. പ്രത്യേകിച്ച് താടിന്റെ ഭാഗത്ത്, ഇവിടെ ഭാഗത്തൊക്കെ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ലക്ഷണമാണ്. ഹെയർ ലോസ്, മുടി കൊഴിയുക, അമിതമായിട്ട് മുടി കൊഴിയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ 18 എണ്ണത്തിൽ ഒരു ലക്ഷണമാണ്. നമ്പർ 2. നമ്പർ 3 സ്കിൻ ടാഗ് എന്ന് പറയും. സ്കിൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും താടി തൂങ്ങുന്നത് കാണാൻ പറ്റും, ഫേസ് ചീർത്ത് കിടക്കുന്നത് കാണാൻ പറ്റും, കവിള് ചീർത്ത് കിടക്കുന്ന കാണാൻ പറ്റും, കണ്ണില് പഫിനെസ് കാണാൻ സാധിക്കുന്നുണ്ടാവും, ശരീരം മെലിഞ്ഞുന്നുണ്ടാവും, ഒരു പക്ഷെ വയറ് ചാടിയിരിക്കുന്നുണ്ടാവും. ഇത് സ്കിൻ ടാഗ് ആണ്. അതേപോലെ തന്നെ റെഡ്നെസ്, അവിടെ ഇവിടെയൊക്കെ ചുവന്ന പാടുകൾ, കറുത്ത പാടുകൾ, ചുവന്ന പാടുകൾ, ഡിസ്കളേർഡ് സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കഴുത്തിന്റെ ഭാഗത്ത്, താടിന്റെ ഭാഗത്ത്, ഷോൾഡറിന്റെ ഭാഗത്ത്, ഫേസിന്റെ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് സ്കിൻ ടാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ ഒരു ലക്ഷണമാകാം. ഓക്കെ. 4-മത്തത്, ഇത് ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ പ്രധാന ലക്ഷണമാണ്, വേറെ ഒന്നുമല്ല, വയറിൽ കൊഴുപ്പടഞ്ഞു കൂടുക, നിങ്ങളുടെ അബ്ഡോമൻ ഫാറ്റ് കൂടി വരിക. വയറ് ചാടി വരുന്നുണ്ടെങ്കിൽ, ഇച്ചിരി വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ, വയറ് ചാടാത്ത പുരുഷന്മാരും ഇല്ല, ബട്ടക്സ് വീർക്കാത്ത സ്ത്രീകളും ഉണ്ടാവില്ല, വളരെ കുറവാണ്. 100 സ്ത്രീകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 95 പേരും ബട്ടക്സ് വീർത്തിട്ടുണ്ടാവും. 100 പുരുഷന്മാരെടുത്ത് നോക്കുകയാണെങ്കിൽ 95 പേർക്കും കുറച്ചെങ്കിലും വയറുണ്ടാവും. ഇച്ചിരി വയറേ ഉള്ളൂ, പേടിക്കണ്ട, അത് ഇൻസുലിൻ റെസിസ്റ്റന്റിന് തുടക്കമാണ്, ഒരു സൂചനയാണ്. അതിന്റെ ഇതൊക്കെ നമുക്ക് പിന്നെ പറയാം, അളവ് മെഷർമെന്റ് ഒക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ട്രൈഗ്ലിസറൈഡ് കൂടി വരുന്നു. ട്രൈഗ്ലിസറൈഡ് സാധാരണയേക്കാൾ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ ഒരു ലക്ഷണം തന്നെയാണ്, ഒരു സംശയം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അബ്ഡോമിനൽ ഫാറ്റും ട്രൈഗ്ലിസറൈഡ് കൂടി വരുന്നത്. ഷുഗർ ക്രേവിങ്സ്, ഭക്ഷണത്തോട് താല്പര്യം കൂടുക, ഒരു 4 മണിക്കൂറെങ്കിലും 4 മണിക്കൂർ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. 9 മണിക്കാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, 1 മണി 1:15 നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഷുഗർ ക്രേവിങ്സ് ഉണ്ടാക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുക. ഒരു 11-11:30 ഒരു ചായ കൂടി ഉണ്ടാവും, ചായന്റെ കൂടെ നമ്മൾ ഏതെങ്കിലും കടികൾ കഴിക്കുന്നുണ്ടാവും. നിങ്ങൾ 11 മണിക്ക് ചായ കുടിച്ചോ, ആ ചായ നിങ്ങൾക്ക് പാലുള്ള ചായ കുഴപ്പമില്ല, പാലുള്ള ചായ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പാലുള്ള ചായ കുടിച്ചോ, അത് വിത്തൗട്ട്, പഞ്ചസാര ഒഴിവാക്ക്. അതിന്റെ കൂടെ ഫാറ്റ് കഴിക്കുക. എന്തിനാ ഈ പത്തിരിയും ഉഴുന്നുവടയും പരിപ്പടിയൊക്കെ കഴിക്കുന്നത്? എന്തെങ്കിലും കോഴിമുട്ടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഞാൻ കഴിയുന്നതും ചായ കുടിക്കുന്നുണ്ടെങ്കിൽ കോഴിമുട്ട എവിടെയാണോ ഉള്ളത് സ്നാക്ക് ആയിട്ട് കിട്ടുന്നത്, അവിടെയാണ് പോയിട്ട് മിക്കവാറും ഞാൻ സമയത്ത് ചായ കുടിക്കാറ്. കാരണം എഗ് ഈസ് ഗുഡ് ഫാറ്റ്. ചായയിൽ വിത്തൗട്ട് ആയിട്ട് പഞ്ചസാര കഴിക്കുന്നില്ല, അപ്പൊ ശരീരത്തിന് ക്രേവിങ്സ് ഒരിക്കലും ഉണ്ടാവില്ല. ഫാറ്റിന് മെറ്റബലൈസ് ചെയ്യാൻ ഇൻസുലിന്റെ ആവശ്യമില്ല, അന്നജത്തിന് മെറ്റബലൈസ് ചെയ്യാൻ മാത്രമേ ഇൻസുലിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഫാറ്റ് കയറിയാൽ ഇൻസുലിന്റെ അവിടെ വ്യത്യാസം വരുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസിനോട് വ്യത്യാസം വരുന്നില്ല. ഇനി ഏറ്റവും നല്ല ഇൻസുലിൻ റെസിസ്റ്റന്റിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. പട്ടിണി കിടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇൻസുലിൻ ഫെഡപ്പ് ആയിക്കോളും, ഇൻസുലിൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഫെഡപ്പ് ആയിക്കോളും അല്ല, നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം ട്രൈഗ്ലിസറൈഡ് ആയി. 6-മത്തെ പോയിന്റ് ഷുഗർ ക്രേവിങ്സ് ആയി. 7-മത്തെ പോയിന്റ് ഫാറ്റി ലിവർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എനിക്കൊരു 3 ദിവസം വേണ്ടി എന്റെ 2 ഫ്രണ്ട്സിന് ആക്സിഡന്റ് ആയിട്ട് ഞാനൊരു ഫുൾ ഡേ രാവിലെ 8:55 ടു രാത്രി 11:15 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. എന്റെ 2 ഫ്രണ്ട്സിന് അത്യാവശ്യം നല്ലൊരു ആക്സിഡന്റ് പറ്റി. അവിടെ ഞാൻ കണ്ട
98% ആൾക്കാർക്കും ഫാറ്റി ലിവർ ഉണ്ട്. കാരണം ഒരുമാതിരി ഇപ്പൊ എല്ലാവർക്കും ഡോക്ടേഴ്സ് CT സ്കാൻ എഴുതി വിടുന്നുണ്ട്, USGയും എഴുതി വിടുന്നുണ്ട്. ഇന്റേണൽ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് USGയും CTയും എഴുതുന്നുണ്ട്. ഞാൻ ഒരുമാതിരിപ്പെട്ട കുറെ ആൾക്കാർ CTയും അബ്ഡോമനും USG അബ്ഡോമനും നോക്കിയ സമയത്ത് എല്ലാവർക്കും ഫാറ്റി ലിവർ ഇല്ലാത്ത ആൾക്കാരില്ല. 23 വയസ്സായിട്ടുള്ള പയ്യനാണ് ഞങ്ങളെ ഫ്രണ്ടായിട്ടുള്ള ആക്സിഡന്റ് പറ്റിയത്. അവന് പോയി ഫാറ്റി ലിവർ grade 2 ആണ്. ഫാറ്റ് ലിവർ is a sign of insulin resistant. ഇൻഫ്ലമേഷൻ നമുക്ക് ഒരിക്കലും അറിയില്ല. കാർഡിയാക് അറസ്റ്റിന്റെ നമ്പർ 1 റീസൺ ഇൻഫ്ലമേഷൻ ആണ്. ഹാർട്ട് അറ്റാക്കിന്റെ നമ്പർ 1 റീസൺ ഇൻഫ്ലമേഷൻ ആണ്. പെട്ടെന്ന് സൈലന്റ് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാനുള്ള കാരണം ഇൻഫ്ലമേഷൻ ആണ്. തടിപ്പ്, നീർക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫ്ലമേഷന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും ക്ഷീണം അനുഭവപ്പെടുക. ഇപ്പൊ വേനൽക്കാലമാണ് ഒരു പക്ഷെ ക്ഷീണം അനുഭവപ്പെടാം. കാരണം ടൂ മച്ച് ഓഫ് ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ചൂട് അനുഭവപ്പെടാം, നമുക്കത് ടയർഡ്നെസ് അനുഭവപ്പെടാം. പക്ഷെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ ഒരു ലക്ഷണമാണ്. 9 പോയിന്റായി. 10ാമത്തെ പോയിന്റ് യൂറിക് ആസിഡ് വർദ്ധിക്കുക. ഹൈ യൂറിക് ആസിഡ് ഉണ്ടാവുക ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ ഒരു ലക്ഷണമാണ്. മസിൽ ലോസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മസിൽ ലോസ്. 11th പോയിന്റ് ആണ് മസിൽ ലോസ്. ശരീരത്തിൽ മസിലിന്റെ അളവ്, മസിലിന്റെ മാസ് കുറഞ്ഞു വരുന്നു, മസിൽ ശോഷിച്ചു വരുന്നു, ബോഡി ഫാറ്റ് കൂടി വരുന്നു. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള മസിൽ ലോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് സ്റ്റേജ് ആണ്. ലൈഫ് ത്രെട്ടനിങ്, ജീവിതം തന്നെ ത്രെട്ടനിങ് സ്റ്റേജ് ആണ്. നിങ്ങളുടെ ഏജിങ് വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടും. നിങ്ങൾക്ക് പ്രായം വളരെ കൂടുതലായിട്ട് തോന്നിക്കാൻ മസിൽ ലോസ് ഉണ്ടെങ്കിൽ. 12ാമത്തെ പോയിന്റ് പുരുഷന്മാരിൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റോസ്റ്റിറോൺ കുറവുണ്ടാവുക, സ്ത്രീകളിൽ ഈസ്ട്രോജൻ കുറവുണ്ടാവുക. പലരും വാട്സപ്പിൽ ഗ്രൂപ്പുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്, സൂം ലിങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കഷ്ടി 300 പേരേ ഉള്ളൂ, പക്ഷെ എന്താ സൂം ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പലരും പറയുന്നു. അത് നോക്കണം, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ 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 ഓക്കെ. പുരുഷന്മാരിൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുക, സ്ത്രീകളിൽ ഈസ്ട്രോജന്റെ അളവ് കുറയുക. ഇത് രണ്ടും ഒരു പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ ഒരു ലക്ഷണമാണ്. സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസോർഡർ ഉണ്ടാവുക, ഹൈപ്പോതൈറോയിഡിസം. ഇത് രണ്ടും ഇൻസുലിൻ റെസിസ്റ്റന്റിലൂടെയേ ഇത് രണ്ടും ഉണ്ടാവുള്ളൂ. 90% ഓവറീസിലും യൂട്രസിലും സിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. 90% ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസുലിൻ റെസിസ്റ്റന്റിന് കാരണമാണ്. നിങ്ങൾ ആര് ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് അയച്ചാലും ഞാൻ അവരോട് ആദ്യം പറയാം നിങ്ങൾ ഫാസ്റ്റിംഗിൽ ഇൻസുലിൻ പോയി എടുക്കാനാണ്. പല ആൾക്കാരോട് ചോദിച്ചു, സാർ എന്തിനാ എല്ലാവരോടും ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യാൻ പറയുന്നത്? നിർബന്ധമായിട്ട് അവരെ നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യിപ്പിക്കണമായിരുന്നു, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഹൈപ്പോതൈറോയിഡിസവും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസും ഉണ്ടെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ ലക്ഷണമാണ്. ഇൻസുലിൻ റെസിസ്റ്റന്റിലൂടെയേ പോകാൻ സാധ്യതയുള്ളൂ 90% കേസിലും. ഗട്ട് ബാക്ടീരിയൽ ഡെത്ത്. പല ആൾക്കാർക്കും ഇൻഡൈജഷൻ ഉണ്ടാവുക, ചിലവർക്ക് മോഷൻ അയഞ്ഞു പോവുക, ചിലവർക്ക് മോഷൻ ഹാർഡായിട്ട് പോവുക, ചിലവർക്ക് നെഞ്ചരിച്ചുണ്ടാവുക, ചിലവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ടോയ്ലറ്റ് പോലെ ടെൻഡൻസി ഉണ്ടാവുക, ഇൻഡൈജഷൻ ഉണ്ടാവുക. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗട്ട് ബാക്ടീരിയൽ ഡെത്ത് ആണ്. ഗട്ട് ബാക്ടീരിയൽ ഡെത്ത് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് ഇൻസുലിൻ റെസിസ്റ്റന്റ്. പോയിന്റ് നമ്പർ 14. പോയിന്റ് നമ്പർ 15 വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ ഒരു കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത്. ട്രബിൾ ഇൻ ലൂസിങ് വെയിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, സാറേ ഞാൻ ഭക്ഷണമൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുന്നത്, അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യാറുണ്ട്, വീട്ടിലെ ജോലികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല സാറേ, വണ്ണം കുറയുന്നില്ല. ഇത് വളരെ വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. കാരണം എന്ത് കളി കളിച്ചിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് അരവണ്ണം കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അരവണ്ണം കുറയ്ക്കാന്ന് പറയുന്നത്. കാരണം ശരീരത്തിൽ ഏറ്റവും ലാസ്റ്റ് ആണ് ഇവിടെ ഫാറ്റ് അടഞ്ഞു കൂടിയിട്ടില്ലെങ്കിൽ ശരീരത്തിൽ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഇവിടുത്തെ ഫാറ്റ് പോകത്തുള്ളൂ. അപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തി മാത്രമേ ഇവിടെ ഫാറ്റ് കുറയുന്നുള്ളൂ. അത് മനസ്സിലാക്കുക. ഓക്കെ. ട്രബിൾ ഇൻ ലൂസിങ് വെയിറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കണ്ടിന്യൂസ് ബ്ലഡ് പ്രഷർ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റന്റിന് ഒരു കാരണമാണ്. പോയിന്റ് നമ്പർ 17. പോയിന്റ് നമ്പർ 18 വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയും. സ്ത്രീകളിൽ അമിതമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റന്റ് പോലെ തന്നെ പ്രവർത്തനരഹിതമായ ഈസ്ട്രോജനും ഉണ്ടാവും.
ഈ ഇൻസുലിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രവർത്തനരഹിതമായ ഈസ്ട്രോജൻ അളവ് കൂടി വരുന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടാവും. ഈ ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജന്റെ ആധിപത്യം. അപ്പൊ ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോഡി ഫാറ്റ് എന്ത് കളി കളിച്ചാലും നിങ്ങൾക്ക് ബോഡി ഫാറ്റ് കുറയില്ല. അതിന്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. അപ്പം ഈ 18 കാരണങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ 18 റീസൺ ഞാൻ പറഞ്ഞല്ലോ, ആക്നെ, ഹെയർ ലോസ്, സ്കിൻ ടാഗ്, അബ്ഡോമിനൽ ഫാറ്റ്, ഹൈ ട്രൈഗ്ലിസറൈഡ്, ഫാറ്റി ലിവർ, ഷുഗർ ക്രേവിങ്സ്, ഇൻഫ്ലമേഷൻസ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ക്ഷീണം അനുഭവപ്പെടുക, യൂറിക് ആസിഡ്, മസിൽ ലോസ് ഉണ്ടാവുക, ടെസ്റ്റോസ്റ്റിറോൺ കുറയുക, സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ കുറയുക, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം, ഗട്ട് ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഇൻഡൈജഷൻ പോലത്തെ പ്രശ്നങ്ങൾ, മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷന്, വണ്ണം കുറയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്, ഹൈ ബ്ലഡ് പ്രഷർ, ഈസ്ട്രോജൻ ഡോമിനൻസ്. ഈ 18 എണ്ണത്തിൽ 6 എണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് തുടങ്ങിയുള്ളത്. 6 മുതൽ 8 ആണെങ്കിൽ നിങ്ങൾ ഹൈലി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. 8 മുതൽ 10 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ പ്രവർത്തനരഹിതമായ ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ പ്രളയമാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 10ൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഡേഞ്ചർ സോണിലാണ്. ഇതിൽ ഞാൻ ഡയബറ്റീസിനെ കുറിച്ച് എവിടെയെങ്കിലും സംസാരിച്ചോ, ഹാർട്ട് ഡിസീസിനെ കുറിച്ച് എവിടെയെങ്കിലും സംസാരിച്ചോ? ഡിസീസിനെ കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചില്ല. നമ്മൾ കണ്ടീഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ കണ്ടീഷനിലാണോ നിങ്ങളെ ശരീരം എത്തി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ നിങ്ങൾ എത്ര മാർക്കുണ്ട്, ഈ 18 റീസണിൽ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്. വേണമെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞാൽ ഞാൻ WT ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഞാൻ ഇടാം. വിത്ത് പെർമിഷൻ ഓഫ് അഡ്മിൻസിന്റെ പെർമിഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 18 കാരണം ഞാൻ അതിലിടാം. നിങ്ങൾ സ്വയം അവലോകനം നടത്താം. ഈ 18 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇറ്റ് ഓൾ ലീഡ്സ് ടു പുവർ മെറ്റബോളിക് സിൻഡ്രോം. ഇതൊരു ഡിസീസിന്റെ പേര് എത്ര പേർക്ക് അറിയാം? പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു അസുഖമാണ്, ഇന്നൊരു ജീവിതശൈലി അസുഖമാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുവർ മെറ്റബോളിക് സിൻഡ്രോം, മോശപ്പെട്ട മെറ്റബോളിസം, അതാണ് ഇതിന്റെ അവസ്ഥ. അതൊരു സിൻഡ്രോമാണ്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസീസ്. അപ്പം ഇതില് 6 12 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ 6 എണ്ണത്തില് 3 എണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ 6 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ടെങ്കിൽ, അരവണ്ണം പുരുഷനാണെങ്കിൽ 34ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകാം. സ്ത്രീകളാണെങ്കിൽ 32ൽ കൂടാൻ പാടില്ല, അരവണ്ണം. ഓക്കെ. ഫോർ മെൻ അബവ് 34 ഇഞ്ച് ആണ്, സ്ത്രീകളാണെങ്കിൽ 32 ഇഞ്ചസ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100ൽ താഴെയാണെങ്കിൽ ഓക്കെ. HbA1c 5.7ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ട്രൈഗ്ലിസറൈഡ് 130 മാക്സിമം 140, 150ക്കാണ് നോർമൽ അളവ് പറയുന്നെങ്കിൽ 130 അല്ലെങ്കിൽ 140ന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. HDL വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. HDL നല്ല കൊഴുപ്പ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയും. ഇത് 45ൽ ഒരിക്കലും കുറയാൻ പാടില്ല, 45+ വേണം. ബ്ലഡ് പ്രഷർ ഇൻ ബിറ്റ്വീൻ 130 ഒരു 130 to 80 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 180 to അല്ലെങ്കിൽ 75 അല്ല 80 to 140 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. അടുത്തത് 6 എണ്ണം ലക്ഷണങ്ങളാണ്, പ്രധാനപ്പെട്ട 6 ലക്ഷണങ്ങളാണ്. ഒന്നാമത്തെ ലക്ഷണം ഫ്രീക്വന്റ് സ്നാക്കിംഗ് ചെയ്യാൻ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമാണ്. അമിതമായിട്ട് മസിൽ ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമാണ്. ഗട്ടിൽ തകരാറുണ്ടെങ്കിൽ അതും ഒരു ലക്ഷണമാണ്. ഫെറ്റീഗ് വിതൗട്ട് എനി റീസൺ, പ്രത്യേകിച്ച് ഒരു കാരണമല്ല, പക്ഷെ എപ്പോഴും ക്ഷീണമാണ്. ഷുഗറൊക്കെ പരിശോധിച്ചു, ഷുഗറൊക്കെ നോർമലാ, പ്രഷറും നോർമലാ, പക്ഷെ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സാറേ, ഭയങ്കര ക്ഷീണമാണ്. ഇതൊരു കാരണമാണ്. നോട്ട് ഏബിൾ ടു റെഡ്യൂസ് ബോഡി വെയിറ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. എന്ത് കളി കളിച്ചിട്ട്, എന്ത് സർക്കസ് കളിച്ചിട്ട് വയറിനൊക്കെ പല ആൾക്കാർ കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കുറയും തോന്നുന്നു. വയറിനെ കളിച്ചാൽ വയറൊന്നും കുറയാൻ പോകുന്നില്ല. ക്രഞ്ചസ് കളിച്ചാൽ നിങ്ങൾക്ക് ഊരവേദന ഉണ്ടാവാൻ പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ഒരു വയറിന് വർക്കൗട്ട് ചെയ്തിട്ട് ചുരുങ്ങിയത് ഒരു 6 മാസങ്ങളായിട്ടുണ്ടാവും, ക്രഞ്ചസും അതും എടുത്തിട്ട്. ഞാൻ ആ വയറിന് വർക്കൗട്ട് ചെയ്യാറില്ല, കാരണം ഹോൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അത് വയറിന് വന്നോളൂ. ഇന്ന് ചെസ്റ്റ് ആണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ
അപ്പർ ചെസ്റ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് നിങ്ങളെ ഈ കോറ് ടൈറ്റ് ആവും. കോറ് ടൈറ്റ് ആവാത്ത ഒരു വർക്കൗട്ടും ഇല്ല. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കോർ സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ വർക്കൗട്ടും. നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ചെസ്റ്റിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളെ കോറ് ടൈറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ ചെസ്റ്റിന് ഒരു 6 റൗണ്ട്, ഒരു 7 റൗണ്ട് 3 കളിക്കുന്നുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റ് ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വയറ് കുറയ്ക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ അബ്ഡോമിനൽ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് വയറിന് കളിക്കണം നിർബന്ധമൊന്നുമില്ല. ജിമ്മിൽ റെഗുലർ ആയിട്ട് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിൽ, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 6 എണ്ണത്തില് ഈ പറഞ്ഞ ഫ്രീക്വന്റ് സ്നാക്കിംഗ്, മസിൽ ലോസ്, ഗട്ട് ഇഷ്യൂസ്, ഫെറ്റിക് വിതൗട്ട് എനി റീസൺ, നോട്ട് ഏബിൾ ടു റെഡ്യൂസ് ദ ബോഡി വെയിറ്റ് ആൻഡ് PCOD ഓർ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. നേരത്തെ പറഞ്ഞ 6 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് അല്ല, സോറി, നിങ്ങൾ പുവർ മെറ്റബോളിക് സിൻഡ്രോം ആണ്. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ, പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയാണ്. പുവർ മെറ്റബോളിക് സിൻഡ്രോമിൽ എത്തി നിൽക്കുന്ന വ്യക്തിയാണ് ഇൻസുലിൻ റെസിസ്റ്റന്റിലേക്ക് പോകുന്നത്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകുന്നതിന് മുന്നേ ഞാൻ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മള് ഇൻസുലിൻ റെസിസ്റ്റന്റിനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് എന്തിനാ? ഇൻസുലിൻ റെസിസ്റ്റന്റിന് വഴിതിരിച്ചത് ആരാ? ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം എന്താണ്? ആ കാരണമാണ് എന്ത്? പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം. അരവണ്ണം 34 പുരുഷന്, സ്ത്രീകൾക്ക് 32. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ൽ താഴെ, HbA1c 5.7-ൽ താഴെ, ട്രൈഗ്ലിസറൈഡ് ഒരു 135-ൽ താഴെ, HDL 45-ൽ കൂടണം, ബ്ലഡ് പ്രഷർ ഇൻ ബിറ്റ്വീൻ 80 and 140. ഇതിൽ 6 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ പുവർ മെറ്റബോളിക് സിൻഡ്രോം ആണ്. നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് വളരെ മോശമാണ്. പിന്നെ 7 റീസൺസ്, 6 എന്താ പറയാ സിംറ്റംസ്: ഫ്രീക്വന്റ് സ്നാക്കിങ്, മസിൽ ലോസ്, ഗട്ട് ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക, വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ട്, PCOD, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ട്? പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ പുവർ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ ആദ്യം സംഭവിക്കുക എന്താ അറിയോ? ഏജിങ് ഫാസ്റ്റ് ആവും. പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ടാവും. നിങ്ങളെ ശരീരത്തിന്റെ പ്രായവും ഇതിന്റെ പ്രായവും നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നിക്കുന്നുണ്ട്. ഏജിങ് ഈസ് നോട്ട് എ സൈൻ എന്നാ പറയുന്നത്. ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന റിങ്കിൾസോ ചുളിവുകളോ മുടിയിലുണ്ടാവുന്ന നരയോ ഒന്നുമല്ല ശരിയായ ഏജിങ് എന്ന് പറഞ്ഞാൽ. ഏജിങ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ എനർജിയാണ്. നിങ്ങൾക്ക് പ്രായം കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണത്തോട് അടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ 46 ഉള്ളത് 47 ആയത് കൊണ്ടല്ല ഞാൻ മരണത്തോടടുത്തത്. ഇതുകൊണ്ട് മൈറ്റോകോൺട്രിയൻ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുവോ, മോശമായി ബാധിക്കുന്നുവോ, അതെല്ലാം നിങ്ങൾ മരണത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും മരിക്കും, ഉറപ്പാണ്. പക്ഷെ എങ്ങനെ മരിക്കണം എന്നുള്ളത് നമുക്ക് കുറെയൊക്കെ തീരുമാനിക്കാനും പറ്റും. ശരിയല്ലേ? മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പവർ ഹൗസ് ഓഫ് എ സെൽ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും KCBന്റെ ഓരോ സബ്സ്റ്റേഷൻസ് ഉണ്ട് അല്ലെ? ഇടിമിന്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസ് ഒക്കെ വരുമെങ്കിൽ ഒരു പക്ഷേ ഈ പവർ സ്റ്റേഷനിൽ പവർ ഇല്ലെങ്കിൽ ആ ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ 4-5 കിലോമീറ്ററിൽ എവിടെയും പവർ ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ അവിടുത്തെ പവർ സപ്ലൈ ആണ് ഈ സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ ശരീരത്തിന്റെ പവർ ഹൗസ് ആണ് എന്ത്? ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഈ മൈറ്റോകോൺട്രിയ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്നറിയോ? ബ്രെയിൻ ആൻഡ് ഹാർട്ട്. തലച്ചോറിലും ഹൃദയകോശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉള്ളത്. പിന്നെ മൈറ്റോകോൺട്രിയ ഉള്ളത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ എവിടെയുള്ളതെന്ന് അറിയാമോ? പറയാൻ പറ്റുമോ? ക്യാൻ എനിവൺ ഗസ്? പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇൻ ദ മീൻ ടൈം എനിക്ക് ഒരു സിപ്പ് വെള്ളം കുടിക്കാമല്ലോ. കമോൺ. ബ്രെയിനിലും ഹാർട്ടിലുമാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉള്ളത് എവിടെയാ? ഗട്ട്. പിന്നെ കണ്ണ്. പിന്നെ MASILS എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ലിവർ, വയറ്, കിഡ്നി. ഈ MASILS എന്ന് ഉദ്ദേശിക്കുന്നത് മസിൽസ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആരാ പറഞ്ഞതെന്ന് അറിയില്ല. മസിൽസ്, യെസ്. മസിൽസിലാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉള്ളത് ബ്രെയിൻ മാറ്റം കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മസിൽ ഇസ് ദ ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞത്.
ദീർഘകാലം ആരോഗ്യത്തോടുകൂടെ നമ്മൾ ജീവിതം നിലനിർത്താൻ സഹായിക്കുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹാർട്ടും ബ്രെയിനും ലങ്സും കിഡ്നിയും ലിവറൊന്നും അല്ല, അത് നമ്മുടെ മസിൽസ് ആണ്. നല്ല മസിൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നിങ്ങള് മെറ്റബോളിക് റേറ്റ്, നേരത്തെ പറഞ്ഞ പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തൂല. അതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മസിൽസ് ആണ്. കാരണം എന്താ, മസിൽസിനാണ് ഏറ്റവും നന്നായിട്ട് ഇൻസുലിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത്, മസിൽസിനാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസിനെ കത്തിക്കാൻ പറ്റുന്നത്. അത് ഏത് തരത്തിലുള്ള വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നടക്കാൻ പോവും, ഓടാൻ പോവും, സ്വിമ്മിങ്ങിന് പോവും, പല കാർഡിയോ വർക്കൗട്ട് നമ്മൾ ചെയ്യും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർഡിയോ വർക്കൗട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെയിനിങ്? ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജിമ്മ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ജിമ്മ് നടത്തുന്ന ആളൊന്നുമല്ല. കാരണം ആ ജിമ്മ് പോയതിനു ശേഷമാണ് എനിക്ക് എൻ്റെ ആരോഗ്യത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ ഏജിങ് വരെ ജിമ്മ് പോയപ്പോൾ കുറഞ്ഞു. കാരണം ഏജിങ് കുറയാൻ കാരണം മൈറ്റോകോൺഡ്രിയ നന്നായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഏജിങ് പ്രായം കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർഡിയോ വർക്കൗട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെയിനിങ്, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ട് എന്ന് ചോദിച്ചാൽ, കാർഡിയോ വർക്കൗട്ട് നിങ്ങൾ എത്ര നേരം ചെയ്യുന്നുവോ അത്രയും സമയം നിങ്ങൾക്ക് കാലറീസ് ബേൺ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു അരമണിക്കൂർ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു 150 കാലറി അല്ലെങ്കിൽ 200 കാലറീസ് നിങ്ങൾക്ക് ബേൺ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ അരമണിക്കൂർ ഇൻക്ലൈൻ ആണ് നടക്കുന്നതെങ്കിൽ, കുത്തനെ കയറ്റം കയറുകയാണെങ്കിൽ ഇൻക്ലൈൻ ട്രെഡ്മിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 15 വരെയൊക്കെ പോകും ഇൻക്ലൈൻ ട്രെഡ്മിൽ. ഇൻക്ലൈൻ ട്രെഡ്മിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരമണിക്കൂർ നടക്കുന്നതിനേക്കാൾ 3 ഇരട്ടി നിങ്ങൾക്ക് കാലറി ബേൺ ചെയ്യാൻ പറ്റും. കാർഡിയോ വർക്കൗട്ടിന് ഒരു പ്രശ്നം, എപ്പോഴാണോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പൊ മാത്രമേ കാലറി ബേൺ ചെയ്യാൻ പറ്റൂ. വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ കാലറി ബേൺ ചെയ്യുന്നില്ല. വെയിറ്റ് ട്രെയിനിങ് എപ്പോഴാണ് കാലറി ബേൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മസിൽസ് നന്നായിട്ട് ഗ്ലൂക്കോസിനെ കത്തിക്കും. വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഗ്ലൂക്കോസ് വേണം. ആ ഗ്ലൂക്കോസിനെ നന്നായിട്ട് ശരീരത്തിന് മെറ്റബോളൈസ് ചെയ്യാൻ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് സഹായിക്കും. പക്ഷെ വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് മസിൽ ബിൽഡപ്പ് ഉണ്ടാവുന്നത് ഒരു 7 മണിക്കൂർ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് നിങ്ങളെ മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. മസിൽ റിപ്പയർ, മസിൽ ഗ്രോത്ത് എല്ലാം ഉണ്ടാവുന്നത് നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുന്നത് കൊണ്ടല്ല. വെയിറ്റ് എടുക്കുന്നത് കൊണ്ടാണ്, പക്ഷെ ആ സമയത്തല്ല മസിൽ ഉണ്ടാവുന്നത്, റെസ്റ്റ് എടുക്കുമ്പോഴാണ് മസിൽ ഉണ്ടാവുന്നത്, മസിൽ ബിൽഡപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മസിൽസിനെ നന്നായിട്ട് ടോൺ ചെയ്യാൻ പറ്റും. ഐ വോണ്ട് സേ മസിൽ ബിൽഡിംഗ് നമ്മൾ റോണി കോൾമന്റെ മാതിരിയോ അർണോൾഡ് സ്ക്വാർസനെഗറിന്റെ മാതിരിയോ ഒന്നും നമ്മൾ മസിൽ ബിൽഡിങ്ങിനല്ല നമ്മൾ പോകുന്നത്. എന്റെ ഉദ്ദേശം മസിൽ ഉണ്ടാക്കുക, അത് അർണോൾഡിന്റെ മാതിരി ആവുക എന്നുള്ളതല്ല നമ്മളെ ഉദ്ദേശം. നമ്മളെ ലക്ഷ്യം അതല്ലല്ലോ. നമ്മളെ ലക്ഷ്യം ലീൻ മസിൽ മാസ് ആണ്. പക്ഷെ അതേസമയം റെസിസ്റ്റന്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത്, ഞാൻ പറഞ്ഞത്, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കാലറി ബേൺ ചെയ്യും. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ ബ്ലഡ് ഗ്ലൂക്കോസ് നന്നായിട്ട് ശരീരം ഉപയോഗപ്പെടുത്തും. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ മസിൽ ലോസ് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, മസിൽ ബിൽട്ടപ്പ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്. ഇതെല്ലാം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര മണിക്കൂറാണോ റെസ്റ്റ് എടുക്കുന്നത് അത്രയും സമയം നിങ്ങൾക്ക് ഗ്ലൂക്കോസിനെ കത്തിക്കാൻ പറ്റും, അത്രയും സമയം നിങ്ങൾക്ക് മസിൽ ലോസിന് പ്രിവെന്റ് ചെയ്യും, അത്രയും സമയം നിങ്ങൾക്ക് മസിൽ ബിൽട്ടപ്പ് ശരീരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങളൊരു 3/4 മണിക്കൂർ നിങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് എടുക്കേണ്ടുള്ളൂ. പക്ഷെ 7 മണിക്കൂർ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് എല്ലാത്തിനും റിസൾട്ട് മുതലും പലിശയും കൂടി കിട്ടുന്നത് രാത്രി 7 മണിക്കൂർ കിടന്നുറങ്ങുന്ന സമയത്ത്. അതാണ് മസിൽ ട്രെയിനിങ്ങും കാർഡിയോ ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കണ്ടേ. ദിസ് മൈറ്റോകോൺഡ്രിയ സ്ട്രെങ്തൻസ് അവർ മസിൽസിൽ ഏറ്റവും കൂടുതൽ മൈറ്റോകോൺഡ്രിയ ഉള്ളത് കൊണ്ടാണ് വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് മൈറ്റോകോൺഡ്രിയ സ്ട്രെങ്തൻ ആവുന്നത്. മസിലിൽ മൈറ്റോകോൺഡ്രിയ സ്ട്രെങ്തൻ ആയി കഴിഞ്ഞാൽ ബ്രെയിൻ ഷാർപ്പ് ആവും, ഹാർട്ട് സ്റ്റേബിൾ ആവും, ഫോക്കസ് കൂടും, നല്ല റെസ്റ്റ് കിട്ടും, നല്ല ഉറക്കം കിട്ടും, ഗട്ട് ഇഷ്യൂസ് നന്നാവും, മെറ്റബോളിക് റേറ്റ് കൂടും, ഇൻസുലിൻ നന്നായിട്ട് വർക്ക് ചെയ്യും, ഗ്ലൂക്കോസിന് നന്നായിട്ട് കത്തിക്കാൻ പറ്റും, ടോക്സിൻസ് നന്നായിട്ട് പുറത്തു പോകും, ലിവറും കിഡ്നിയും ഹെൽത്തി ആവും, ഫാറ്റി ലിവർ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 3 ഉണ്ട്, നിങ്ങൾ ഒരു 6 മാസമായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും, നിങ്ങൾ ഫാറ്റി ലിവർ ഒക്കെ പമ്പ കിടക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്താ, ലിവർ നന്നായിട്ട് ഫാറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഹോൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. ഇന്നത്തെ പ്രസന്റേഷന്റെ പാർട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംഗതിയാണല്ലോ വ്യായാമം എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ നമ്മൾ വ്യായാമം ചെയ്തിട്ട് കാര്യമില്ല.
അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ പോയിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റ് റിമൂവൽ നന്നായിട്ട് നടക്കും. എന്താ പറയാ, ഇൻഫ്ലമേഷൻ ശരി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റാണ്. നിങ്ങൾ മുട്ടുവേദന ഉള്ള ആൾക്കാർ വരെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ക്രോണിക് ബാക്ക് പെയിൻ ഉള്ള ആളായിരുന്നു ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയം. എന്നെ കൊണ്ട് ആദ്യം എടുപ്പിച്ചത് ആ മോനേട്ടനുണ്ട്, കരുവാരക്കൊണ്ടുള്ള ട്രെയിനർ ഉണ്ട്. ആദ്യം എന്നെ കൊണ്ട് എടുപ്പിച്ചത് ഡെഡ് ലിഫ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, മോനേട്ട ശവത്ത് കുത്തിരുത്ത്, ഞാൻ ബാക്ക് പെയിൻ ആയിട്ട് വന്നതാ മോനേട്ട. എടുക്കടോ, ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ കിടക്കുന്നത് 2 മാസം കൊണ്ട് എന്റെ ബാക്ക് പെയിൻ നിന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെയാണോ നിങ്ങൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് മസിൽ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണ്ടെങ്കിൽ കോശങ്ങൾ ചത്തുപോകുന്നതിന്റെ അളവ് കുറയും, നന്നായിട്ട് കോശങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏജിങ് ഇസ് നോട്ട് എ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ഏജിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് അല്ല, എനർജി ബാങ്ക്റപ്സി ആണ്. ബാങ്ക്റപ്സി എന്ന് പറഞ്ഞാൽ എന്താ? പാപ്പർ സൂട്ടാവുക, ഊർജത്തെ നശിപ്പിച്ച് കളയുക, ഊർജത്തെ ഇല്ലാണ്ടാക്കുക. എനർജി ബാങ്ക്റപ്സി എന്ന് പറയുന്നത് അതാണ് ഏജിങ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ മുടി നരയ്ക്കുക, സ്കിന്ന് ചുളിഞ്ഞു പോവുക മാത്രമല്ല ഏജിങ്. സ്ലോ ഡെത്ത് ആണ് ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ എന്താ പറഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രായം വരെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏജിങ് വന്നാൽ മെറ്റബോളിക് ഡിസോർഡർ, നേരത്തെ കണ്ട ആ 6 പോയിന്റിൽ 3 ഉണ്ടെങ്കിൽ പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വന്നാൽ സംഭവിക്കുക എന്താണെന്നറിയോ? ഞാൻ ഇതിവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, പേടിപ്പിക്കുകയല്ല കേട്ടോ. നമ്മുടെ ഓരോ സിസ്റ്റംസും ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. അറിയാവോ? കാർഡിയോവാസ്കുലർ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും, നെർവസ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും, നമ്മളെ ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും, ഇമ്മ്യൂൺ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. ഇത് ഓരോ സിസ്റ്റംസ് മെല്ലെ 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 ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് മലയാള വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അറിയാലോ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ഓരോ സിസ്റ്റംസും ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. സ്റ്റിൽ നിങ്ങൾ ഡയബറ്റിക് അല്ല, സ്റ്റിൽ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഇല്ല, സ്റ്റിൽ നിങ്ങൾ കാർഡിയക് പേഷ്യന്റ് അല്ല, സ്റ്റിൽ നിങ്ങൾ ക്യാൻസർ രോഗിയല്ല, സ്റ്റിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഞാൻ അറിയുന്നില്ല, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാം, ശരിയാണ്. പക്ഷെ ഞാൻ അറിയുന്നില്ല. ഇതാണ് പറഞ്ഞത് സഡൻ കാർഡിയക് അറസ്റ്റ്, സഡൻ സ്ട്രോക്ക് ഒക്കെ പല ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള കാരണം പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന സിറ്റുവേഷനിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത്. ആ വ്യക്തി ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. സംഭവിക്കുക എന്താ? ആദ്യം ബോഡി ഫാറ്റ് കൂടാൻ തുടങ്ങും, മസിൽ ലോസ് ഉണ്ട്. ചിലവർ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, നന്നായിട്ട് ചിലവർ നമ്മളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത് നല്ല തടിയന്മാരും നല്ല മെലിഞ്ഞ ആൾക്കാരും. ഏതാണ് ഹെൽത്തി? നല്ല കൊടവയറും അത്യാവശ്യം ഇവിടെയൊക്കെ ഹിപ്പ് ഫാറ്റും ബട്ടക്സ് ഫാറ്റും ഷോൾഡർ ഫാറ്റും ഇവിടെയൊക്കെ ഫാറ്റ്, നല്ല ഫാറ്റൊക്കെ തൂങ്ങുന്നു, ഇവിടെയൊക്കെ നല്ലോണം തൂങ്ങുന്ന ആൾക്കാരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇഷ്ടം പോലെ. ഒരുപക്ഷെ നിങ്ങൾ ഈ കേൾക്കുന്ന വ്യക്തി നിങ്ങളെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയായിരിക്കും, എനിക്ക് അറിയില്ല, ഐ എം നോട്ട് സീയിങ് യു. സ്റ്റിൽ അതേസമയം മെലിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ, രണ്ടും ഡേഞ്ചറസ് ആണ്. കാരണം എന്താ? ഈ മെലിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്കെൽറ്റി ഈസ് നോട്ട് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. സ്കെൽറ്റി ഹെൽത്തി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മസിൽ മാസ്. എല്ലാത്തിന്റെയും നിങ്ങൾ നിർണ്ണയിക്കുന്നത് മസിൽ മാസ്. നിങ്ങൾ സ്കെലിറ്റൽ ആയോ, പക്ഷെ ആ സ്കെലിറ്റൽ എന്ന് പറഞ്ഞ സംഗതി മസിൽ കൊണ്ടാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ ഹെൽത്തി ആണോ? അല്ല എങ്കിൽ കട്ടപ്പുകയാണ് സ്ഥിതി. വിസറൽ ഫാറ്റ് കൂടി വരുന്നത് കാണാൻ പറ്റും. ഒബേസിറ്റി ആയ വ്യക്തിയേക്കാൾ കൂടുതൽ വിസറൽ ഫാറ്റ് ആയിരിക്കും സ്കെൽറ്റി നോട്ട് മസ്കുലർ ആയിട്ടുള്ള വ്യക്തി. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നിങ്ങൾ സ്കെലിറ്റൽ ആയിരിക്കും, മെലിഞ്ഞ വ്യക്തി ആയിരിക്കും, നിങ്ങൾക്ക് മസിൽ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളെ വിസറൽ ഫാറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറഞ്ഞത്, ഈ മെലിഞ്ഞ വ്യക്തിക്ക് കൊളസ്ട്രോളോ, ഈ മെലിഞ്ഞ വ്യക്തിക്ക് ഹോമോസിസ്റ്റീനോ, ഈ മെലിഞ്ഞ ഇത്രയും സ്കെലിറ്റലുള്ള വ്യക്തിക്ക് എങ്ങനെ അറ്റാക്ക് വന്നു സാറേ എന്ന് പറയുന്ന പല ആൾക്കാരും ചോദിക്കുന്നത് കാണാൻ പറ്റും. സ്കെലിറ്റൽ ആണ്, ദാറ്റ് ഈസ് ഗുഡ്. ബട്ട് ഈ സ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് മസിൽ ഫൈബർ കൊണ്ടാണോ വെറും എല്ലും മറ്റത് കൊണ്ടാണോ എന്നുള്ളതാണ്. മസിൽസ് ആണ് നിങ്ങൾ. അതാണ് പറഞ്ഞ BMIന്റെ കാലം കഴിഞ്ഞു, ബോഡി മാസ് ഇൻഡെക്സിന്റെ കാലം കഴിഞ്ഞു എന്ന് പറയാൻ കാരണം
നിങ്ങളുടെ ശരീരത്തിന്റെ ബോഡി വെയിറ്റ് നിയന്ത്രിക്കുന്നത് ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനം മസിൽ വെയിറ്റ് ഉണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ കാര്യം. നിങ്ങൾ ബോഡി വെയിറ്റിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടോ, ഹൈറ്റിന്റെ അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇപ്പോഴും പൊട്ടത്തരം വിളിച്ച് പറയല്ലേ, ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ്. ഇത് കണ്ടുപിടിച്ചത് ഒരു മാത്തമാറ്റീഷ്യനാ, കണക്കുപുള്ളിയാ കണ്ടുപിടിച്ചത്, അല്ലാതെ ഡോക്ടറോ ന്യൂട്രീഷനോ ഒന്നും അല്ല ഈ BMI എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചു. ഇപ്പോഴും BMIന്റെ പിന്നാലെയാണ് പല ആൾക്കാരും പോകുന്നത്. എന്റെ ജിമ്മിലും കാണാൻ പറ്റും BMI. ചേട്ടാ BMI ഒക്കെ ഒഴിവാക്കി, BMIന്റെ കാലൊക്കെ കഴിഞ്ഞ്. നിങ്ങൾ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വെയിറ്റ്. നിങ്ങൾ ശരീരത്തിൽ ഫുള്ള് മസിൽസ് ഇല്ല, ഫുള്ള് ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ BMI നോർമൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം BMIന്റെ കാലം കഴിഞ്ഞ് ചേട്ടാ, മസിൽ ലോസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. മസിൽ ലോസ് ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന ഒരു 16 റീസൺസ് ഉണ്ട്. ഈ 16 കാരണങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് കടന്നു പോകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ് ഒരു വ്യക്തിക്ക് അബ്ഡോമിനൽ ഫാറ്റ് കൂടി വരുന്നത് കാണാം, മസിൽ ലോസ് കൂടി വരുന്നത് കാണാം, മെറ്റബോളിക് റേറ്റ് കുറയുന്നത് കാണാം, ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നത് കാണാം, കാലില് തരിപ്പ്, മരവിപ്പ്, സെൻസേഷൻ കുറവ്, തൊട്ടാൽ അറിയുന്നില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ഫാറ്റി ലിവർ ഉണ്ടാവും, തൈറോയിഡൈറ്റിസ്, തൈറോയിഡിൽ ഇൻഫ്ലമേഷൻ കാണാം. മേ ബി നിങ്ങൾക്ക് TSHും T3യും T4 നോർമൽ ആയിരിക്കാം, പക്ഷേ അതേസമയം RT3യും RT4ഉം അതേപോലെ തന്നെ ഇതേപോലെ തന്നെ എന്താ പറയുന്നത്, വേറെ 1-2 ഫംഗ്ഷൻസും കൂടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. റിവേഴ്സ് T3, റിവേഴ്സ് T4ഉം ഫ്രീ T3 ആൻഡ് ഫ്രീ T4, FT3 FT4 എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ തൈറോയിഡിന്റെ പെറോക്സിഡേസ് ആന്റിബോഡി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ തൈറോയിഡിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത്. TSHും T3 T4ന്റെ കാലഘട്ടമൊക്കെ ഏകദേശം കഴിഞ്ഞു. അത് ഇപ്പോൾ നിങ്ങളെ തൈറോയിഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ എന്താ പറയുക, ഗട്ട് ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഓട്ടോമിൻ ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രീ T3 ഫ്രീ T4ഉം റിവേഴ്സ് T3 റിവേഴ്സ് T4ഉം തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡി തൈറോയിഡും കൂടെ മനസ്സിലാക്കാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് തൈറോയിഡിന്റെ ഫംഗ്ഷൻസ് മനസ്സിലാക്കാം പറ്റുന്നുണ്ടാവും. ബ്രെയിൻ സ്കിന്നിൽ അവിടെയൊക്കെ റാഷസ് കാണാൻ പറ്റും, തലയിൽ ഡാൻഡ്രഫ് കാണാൻ പറ്റും, ഇരട്ട ഉദാഹരണ ശേഷി കാണാൻ സാധിക്കുന്നുണ്ടാവും, കാലിന്റെ താഴെ മുട്ടിന്റെ താഴെ രോമം കൊഴിയുന്നത് കാണാൻ പറ്റും, കാലിന്റെ താഴെ ബ്ലോക്ക് ഉണ്ടാവും, കാലിലെ രക്തയോട്ട കുറവുണ്ടാവും. ഒരു 30% കാലിലെ രക്തയോട്ട കുറവുണ്ടെങ്കിൽ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സംഗതി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇപ്പോഴും പല ആൾക്കാർക്ക് മനസ്സിലാക്കുന്നില്ല എന്നുള്ള വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗട്ട് ഹെൽത്ത് വളരെ മോശമായി വരും, ട്രൈഗ്ലിസറൈഡ് കൂടി വരും, LDL കൊളസ്ട്രോൾ കൂടി വരും, ഹോമോസിസ്റ്റീൻ കൂടി വരും, ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാവും, നിങ്ങൾ പ്രീ ഡയബറ്റീസ് എത്തും, അത് നിങ്ങൾ പെട്ടെന്ന് ഡയബറ്റിക് ആവും, നിങ്ങൾക്ക് ഫാറ്റി ലിവർ കാണുന്നുണ്ടാവും, കണ്ണില് മങ്ങിച്ച കാണാൻ സാധിക്കുന്നുണ്ടാവും, സ്ലോലി കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് ബോഡി ഫാറ്റ് അമിതമായിട്ട് കൂടി വരുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരുന്നത്, യൂറിക് ആസിഡ് കൂടി വരുന്നത് കാണാൻ പറ്റും, ബ്ലഡ് യൂറിയ കൂടി വരുന്നത് കാണാൻ പറ്റും, ക്രിയാറ്റിൻ കൂടുന്നത് കാണാൻ പറ്റും. ക്രിയാറ്റിൻ, ഒരു കാര്യം മനസ്സിലാക്കുക, ബ്ലഡ് ഷുഗർ, ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ഡാമേജ് ഉണ്ടാക്കുന്നത് കിഡ്നീനെ മാത്രമാണ്, ക്രിയാറ്റിൻ ഫങ്ഷൻസിന് മാത്രമേ ഡാമേജ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ബ്ലഡ് ഷുഗറിന് പേടിക്കണം, കിഡ്നി ഫങ്ഷൻസ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതിന് ക്രിയാറ്റിൻ മാത്രം എടുത്തിട്ട് കാര്യമില്ല, EGFRും സിസ്റ്റാറ്റിൻ C ഒക്കെ എടുക്കണം. പിന്നെ മൈക്രോ ആൽബുമിൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, യൂറിൻ കൾച്ചറും ചെയ്യാം, മൈക്രോ ആൽബുമിൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. GFR ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിഡ്നി എത്ര ലിറ്റർ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. അതൊരു 85-90 ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽത്തിയാണ്. അത് 60 താഴെ ഉണ്ടെങ്കിൽ വളരെ കിഡ്നി മോശമായി എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ ക്രിയാറ്റിൻ നോർമൽ ആയിരിക്കാം. ക്രിയാറ്റിൻ നോർമൽ ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിഡ്നിക്ക് അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ്. നമ്മൾ എപ്പോഴും ഒരു മുഴം മുന്നേ ആയിരിക്കണം എറിയേണ്ടത്. ഓക്കെ, പിന്നെ വരുന്ന സംഗതി കാണാൻ പറ്റും, ക്രിയാറ്റിൻ കൂടുതൽ തന്നെ ഡയാലിസിസിലേക്ക് പോകും. പിന്നെ ഡയാലിസിസിലേക്ക് പോയി ശരീരത്തിൽ മുറിവ് ഉണങ്ങാതെ വരും. കാലിന് താഴെ എവിടെയെങ്കിലുമൊക്കെ പഴുപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ വിരല് കട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, 2 വിരല് കട്ട് ചെയ്യും, 3 വിരല് കട്ട് ചെയ്യും. പിന്നെ മുട്ടിന് താഴെ എന്തെങ്കിലും വുഡ് ഹീലിംഗിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുട്ടിന് താഴെ തന്നെ ആംപ്യൂട്ടേഷൻ വരുന്നുണ്ടാവും. പിന്നെ ഹാർട്ട് ഡിസോർഡർ, കാർഡിയാക് അറസ്റ്റ് വരുന്നു. നോക്കിക്കഴിഞ്ഞ സമയത്ത് ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഓട്ടോമ്യൂൺ ഡിസോർഡർ ഉണ്ടാവുന്നു. ഇതെല്ലാത്തിലേക്കും എത്തിക്കുന്നത് ഒരേ ഒരു ആശാനാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ആശാനാണ് ആര്? ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ ശരീരം കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ലൈഫ് സൈക്കിളാണ് ഞാൻ പറഞ്ഞത്.
ഇൻസുലിൻ റെസിസ്റ്റന്റിൽ നിന്നും ആദ്യം പൂർ മെറ്റബോളിക് സിൻഡ്രോം നിന്ന് ഇൻസുലിൻ റെസിസ്റ്റന്റിലേക്ക്, ഇൻസുലിൻ റെസിസ്റ്റന്റിൽ നിന്നാണ് മസിൽ ലോസ്, ബോഡി ഫാറ്റ്, മെറ്റബോളിക് റേറ്റ് കുറവ്, കൈകാലുകൾക്ക് തരിപ്പ് ഉണ്ടാവുന്നു, കാലില് ബ്ലോക്ക് ഉണ്ടാവുന്നു, ഫാറ്റ് ലിവർ ഉണ്ടാവുന്നു, യൂറിക് ആസിഡ് കൂടുന്നു, തൈറോയിഡിന്റെ ഫങ്ഷൻസ് പ്രശ്നം ഉണ്ടാക്കുന്നു, കണ്ണിൽ മങ്ങിച്ച ഉണ്ടാവുന്നു, തൈറോയിഡൈറ്റിസ് ഉണ്ടാവുന്നു, PCOD ഉണ്ടാവുന്നു, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നു, ഗട്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നു, താരൻ ഉണ്ടാവുന്നു, ഉദ്ധാരണശേഷി കുറയുന്നു, കാലിലെ താഴെ മുടി കൊഴിയുന്നു, ലെഗിൽ ബ്ലോക്ക് ഉണ്ടാവുന്നു, ഗട്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നു, ട്രൈഗ്ലിസറൈഡ് കൂടുന്നു, LDL കൊളസ്ട്രോൾ കൂടുന്നു, ഹോമോസിസ്റ്റൈൻ കൂടുന്നു, CRP സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടുന്നു, ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടുന്നു, ബ്ലോക്കേജ് കൂടുന്നു, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുന്നു. ഇതേപോലെ വേറൊരു സൈക്കിളും കൂടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നമ്മളെ ക്യാൻസറിന്റെ ഒരു സൈക്കിൾ വേറെ കിടക്കുന്നുണ്ട്. അതേപോലെ അപ്പുറത്ത് വേറൊരു സൈക്കിൾ കിടക്കുന്നുണ്ട്, നമ്മൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റമായിട്ട്. ഇതെല്ലാത്തിനും ലീഡ് ചെയ്യുന്നത് ആരാ? ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. അപ്പം നിങ്ങൾ പേടിക്കണം. നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ച്, ഞാനിപ്പോ ഡയബറ്റീസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, പ്രമേഹത്തിനെ കുറിച്ചോ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചില്ല. ഇതിന്റെ എല്ലാത്തേക്കും എത്തിക്കുന്ന വ്യക്തി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ആദ്യമേ തടയിടേണ്ടത്. നിങ്ങൾ ഒരു പക്ഷേ ഡയബറ്റിക് ആയിരിക്കാം, ഒരു പക്ഷേ ബ്ലഡ് പ്രഷർ ഉള്ള ആളായിരിക്കാം. ഈ പറഞ്ഞ സിംറ്റംസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 6, 7, 8 സിംറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. ഈ സിറ്റുവേഷനിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നതെങ്കിൽ ഈ സിറ്റുവേഷനിലൂടെ ഒരു കാരണവശാലും കടന്നു പോവാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ഇൻസുലിൻ റെസിസ്റ്റന്റിൽ നിന്നും മുക്തി നേടി എന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും? പ്രത്യേകിച്ച് 5 സൈൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. 5 സൈൻസ് ദാറ്റ് യു ആർ റിവേഴ്സിങ് ഇൻസുലിൻ റെസിസ്റ്റന്റ്. അത് കൂടെ അറിയണമല്ലോ. നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് നിന്നും തിരികെ റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളത് റിവേഴ്സ് ആവുന്നോണ്ട് എനിക്ക് അറിയണ്ടേ? ഫാസ്റ്റിംഗ് ഇൻസുലിൻ എടുത്ത് നോക്കി കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഫീലിംഗ് കംഫർട്ടബിൾ ആഫ്റ്റർ 4 to 6 hours. നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ 5 മണിക്കൂറായിട്ട് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് സ്നാക്ക് ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നല്ല ലക്ഷണമാണ്. സെക്കൻഡ്, ഫീലിംഗ് സാറ്റിസ്ഫൈഡ് ഈവൻ ദോ യുവർ സ്റ്റൊമക്ക് ഈസ് ഹാഫ് ഫുൾ. നിങ്ങളെ വയറ് പകുതിയെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുള്ളൂ. എപ്പോഴും മനസ്സിലാക്കുക, വയറിന്റെ പകുതിയെ ഭക്ഷണം കഴിക്കാവൂ. ആ സമയത്ത് നിങ്ങളുടെ ശരീരം മതി എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നല്ല സൂചനയാണ്. അതല്ല, വയറ് നിറഞ്ഞ വരെ ഞാൻ വാശി ഒരു പ്ലേറ്റ് ബിരിയാണി കഴിച്ചില്ല, പൈസ കൊടുത്ത് വാങ്ങിയ ബിരിയാണി അല്ലേ, എന്നാൽ ശരി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാൻ നിന്നാൽ മോനെ കട്ട പുകയാണ് സ്ഥിതി. വേസ്റ്റ് ലൈൻസ് അരവണ്ണം കുറഞ്ഞു വരുന്നു, നല്ല സൂചനയാണ്. പാന്റിന്റെ എന്താ പറയാ സൈസ്, ഇപ്പൊ എനിക്ക് പല പാന്റുകളും ഇപ്പൊ ബെൽറ്റ് ഇടാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ബെൽറ്റ് ഇനിയിപ്പോ പുതിയ ബെൽറ്റ്, ചെറിയ ബെൽറ്റ് വാങ്ങിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വീണ്ടും അരവണ്ണം കുറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ, വയറിന് കളിക്കാറേ ഇല്ല, പക്ഷെ വീണ്ടും അരവണ്ണം കുറഞ്ഞു വരും. ഭാര്യ വെച്ചത് എങ്ങോട്ടായി മെലിഞ്ഞ് പോകണമെന്ന് ചോദിച്ചു എന്നോട്. സ്കിൻ ഈസ് ഇംപ്രൂവിങ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഭംഗി കൂടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സൂചനയാണ്. താല്പര്യമില്ലേ? ഭംഗി കൂടി വരണം എന്നുള്ള താല്പര്യമില്ലേ? ഫീലിംഗ് ഷാർപ്പർ, ഫോക്കസ്ഡ് വിത്തൗട്ട് ബ്രെയിൻ ഫോഗ്. ബ്രെയിൻ ഫോഗിങ് ഇല്ല, നിങ്ങൾക്ക് നല്ല ഷാർപ്പർ ആയിട്ട് തോന്നുന്നു. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റിൽ നിന്നും നിങ്ങൾ മുക്തി നേടി തുടങ്ങി എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇൻസുലിൻ റെസിസ്റ്റന്റ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ഇൻസുലിൻ റെസിസ്റ്റന്റിന്റെ കാരണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫങ്ഷണൽ HDL എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോട്ട് ചെയ്തില്ല. ഏത് സംഗതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ HDL എടുത്തു, എത്ര ഫങ്ഷണൽ HDL ഉണ്ട്? LDL എടുത്തു, എത്ര ഫങ്ഷണൽ LDL ഉണ്ട്? അതിനാണ് APOB ചെക്ക് ചെയ്യാൻ പറയുന്നത്. HDL എത്ര ഫങ്ഷണൽ HDL, അതിനാണ് APOA ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് തൈറോയ്ഡ് ആന്റിബോഡി എടുക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ഫങ്ഷണൽ തൈറോയിഡ് ഉണ്ട്, പ്രവർത്തനരഹിതമായ തൈറോയിഡ്. നിങ്ങൾ തൈറോയിഡിന്റെ ശരിക്കും ഫങ്ഷൻ മനസ്സിലാക്കണമെങ്കിൽ തൈറോയ്ഡ് ആന്റിബോഡി എടുക്കണം. നിങ്ങൾ ശരിക്കും കൊളസ്ട്രോൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ APOBയും APOAയും എടുക്കണം. ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് CT എടുക്കണം. കാൽഷ്യം ബ്ലോക്ക് ഉണ്ടോന്ന് അറിയണം. നിങ്ങൾ വൈറ്റമിൻ K2 ടെസ്റ്റ് ചെയ്താൽ മതി. വൈറ്റമിൻ K2 കുറവെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻ K2 കുറവാണെങ്കിൽ ഹാർട്ടിൽ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ടാകാം.
2000 ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് CT എടുക്കാൻ പറ്റും. ഹോമോസിസ്റ്റൈൻ ടെസ്റ്റ് എടുക്കണം. ഹോമോസിസ്റ്റൈൻ ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ മെറ്റബോളിക് റേറ്റ് വളരെ മോശമായിരിക്കും, ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടുന്നു എന്നുള്ളത് സിഗ്നലാണ്. LDL കൊളസ്ട്രോൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടുന്നുണ്ടെങ്കിൽ നല്ല സൂചന എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? LDL കൊളസ്ട്രോൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടുന്നുണ്ടെങ്കിൽ നല്ല സൂചന, കാരണം ശരീരത്തിൽ എന്തെല്ലാമോ റിപ്പയർ വർക്കുകൾ നടക്കുന്നുണ്ടെന്നുള്ള ഒരു സൂചനയാണ് LDL കൊളസ്ട്രോൾ കൂടുന്നത്. ഇതിനെല്ലാത്തിനും എത്തിക്കുന്നത് പൂർ മെറ്റബോളിക് സിൻഡ്രോമിലേക്കാണ്. അപ്പൊ ഇതിനെന്താണ് നമ്മൾക്ക് പരിഹാരം എന്താണ് ഉണ്ടാവുക? ആദ്യത്തെ പരിഹാരം എന്താണ്? ഫസ്റ്റ് പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്ത്? വേറൊന്നുമല്ല, ഓപ്റ്റിമൽ എക്സസൈസ്. നടക്കുക, ഓടുക, ചാടുക എന്നുള്ളത് ഒരു വ്യായാമമാണോ എന്ന് ചോദിച്ചാൽ അതൊരു ദിനചര്യം മാത്രമാണ്. ദിനചര്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് വാക്കിംഗ്, റണ്ണിങ്, സ്വിമ്മിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ജീവിതത്തിൽ പല സംഗതികളും ചെയ്യുന്നത് പോലെ തന്നെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഏറ്റവും നന്നായിട്ട് വേണ്ടത് മസ്കുലർ വർക്കൗട്ട് തന്നെയാണ്. ഗോ ടു ദ ജിം, ജോയിൻ എ ജിം ആൻഡ് ഡു സം മസിൽ വർക്കൗട്ട്. നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ട് എടുക്കുക. ചെറിയ വെയിറ്റ് എടുത്താൽ മതി. ചെറിയ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫോം കറക്റ്റായിട്ട് ചെറിയ വെയിറ്റ് എടുത്തിട്ട് റെപ്പിറ്റേഷൻസ് കൂട്ടിയാൽ തന്നെ നിങ്ങളുടെ മസിൽസിന് നല്ല ആക്ഷൻ ഉണ്ടാവും. 5 കിലോ എടുത്തിട്ട് ഡംബിൾ പ്രസ് ചെയ്താൽ മതി. നിങ്ങൾ 25 കിലോയുടെ ഡംബിൾസ് ഒന്നും എടുത്ത് ഡംബിൾ പ്രസ് ചെയ്യേണ്ട, ചെസ്റ്റ് പ്രസ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. 5 കിലോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും മസിൽസ് നല്ല പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ. സെക്കൻഡ് തിങ്, കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കട്ട് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു 50% കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തുകൂടെ എന്റെ സുഹൃത്തെ? ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ എനിക്ക് ഹെൽത്തി ആവണം എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വി ആർ ഓൾ അംബാസഡേഴ്സ് ഓഫ് ഹെൽത്ത്, ശരിയല്ലേ? ആരോഗ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ് ഈ പറയുന്ന നമ്മളെ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ആരോഗ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ്. അംബാസഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ട ആൾക്കാർ പഠിക്കണം, വേണ്ടേ? നമ്മളെ കണ്ട ആൾക്കാർ പഠിക്കണമെങ്കിൽ നമ്മൾ പ്ലേറ്റ് ആദ്യം നോക്കണം. ആദ്യം എന്റെ പ്ലേറ്റ് നോക്കണം, ശരിയല്ലേ? അപ്പൊ നിങ്ങള് 50% നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റിന് സാക്രിഫൈസ് ചെയ്യാൻ പറ്റൂല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സംഗതി എന്താ? നിങ്ങൾ ഫാറ്റ് ആഡ് ചെയ്യും. ഫാറ്റ് ആഡ് ചെയ്തുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് വയറ് വേഗം ഫില്ല് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അന്നജത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അതിന്റെ കൂടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കും, സാലഡ്സും നന്നായിട്ട് കഴിക്കും, പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ വരുന്ന സപ്ലിമെന്റേഷനിലാണ്. എന്തൊക്കെയാണ് ഇതിലെ സപ്ലിമെന്റ്സിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ സപ്ലിമെന്റ് ആയിരിക്കും ഇവ എഫക്ട് ചെയ്യുന്നുണ്ടാവും? ഇപ്പോഴും എനിക്ക് വളരെ വളരെ ദയനീയമായുള്ള സ്ഥിതി തോന്നുന്നത്, ഇപ്പോഴും പല ആൾക്കാർക്കും പ്രമേഹ രോഗി എന്ന് കേട്ടാൽ, പ്രമേഹം എന്ന് കേട്ടാൽ ഗ്ലൂക്കോ ഹെൽത്തിന്റെയും നീമിന്റെയും സീബക്തോണിന്റെയും പിന്നാലെ ഓടുന്നത് കാണാൻ പറ്റും. ഈവൻ സീബക്തോണിന്റെ പിന്നാലെ പോലും പല ആൾക്കാർ ഓടുന്നില്ല. റേറ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഗ്ലൂക്കോ ഹെൽത്ത്, നീം, ഫ്ലാക്സ് ഓയിൽ, അംല. റേറ്റ് ആയിരിക്കാം ഒരു വിഷയം, എനിക്കറിയില്ല. ഞാൻ ഗ്ലൂക്കോ ഹെൽത്ത് വേണ്ടാന്നോ നീം കൊടുക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഐ എം നോട്ട് അറ്റ് ഓൾ അഗൈൻസ്റ്റ് ഗ്ലൂക്കോ ഹെൽത്ത് ആൻഡ് നീം. ഇവിടെ എന്താണ് ഇവിടെ ഇത്ര നേരം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ബ്ലഡിൽ ഷുഗർ ആണോ വില്ലൻ? ബ്ലഡിൽ ഇൻസുലിൻ ആണോ വില്ലൻ? ബ്ലഡ് ഷുഗർ വില്ലൻ ആവുന്നത് ക്രിയാറ്റിന്റെ കേസിൽ മാത്രമാണ്. ബാക്കി ശരീരത്തിലെ എല്ലാ തകരാറുകളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ കാരണക്കാരൻ ഒളിഞ്ഞിരിക്കുന്ന വില്ലനായ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് ശരീരത്തിനെ മൊത്തം തകർക്കുന്നത്, ശരീരത്തിനെ മൊത്തം നിലംപരിശാക്കുന്നത്. സ്ലോലി നിങ്ങൾ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നത് ഇൻസുലിൻ ആണ്, ഗ്ലൂക്കോസ് അല്ല. ഇനി നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ ഹൈ ആണ്, 250, 300 ഒക്കെയാണ് നിങ്ങൾ FBS കാണിക്കുന്നത്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കാണിക്കുന്നത് ഇത്രയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുന്നുണ്ടാവുമല്ലോ. ആ ഡോക്ടർ നിങ്ങൾക്ക് എന്തായാലും ഒരു മെഡിസിൻ തന്നിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ആ മെഡിസിൻ റെഗുലറായിട്ട് കഴിക്കുന്നുണ്ടാവുമല്ലോ. കുറെ കാലം ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ 10-12 കൊല്ലമൊക്കെ നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ കഴിക്കുന്ന മെഡിസിൻസ് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ ഡോക്ടറെ കാണിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഇൻസുലിനിലേക്ക് മാറിയിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം നിങ്ങളെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ നിങ്ങൾ കാണിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. സ്റ്റിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആണല്ലോ. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആണ്, നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ then why are you prescribing gluco health, neem,
ഫ്ലാക്സ് ഓയിൽ, വൈറ്റമിൻ സി. ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞത്. വൈ? വാട്ട് ഈസ് ദ പർപ്പസ്? വീണ്ടും ബ്ലഡ് ഷുഗർ നോർമലൈസ് ചെയ്ത് നിൽക്കാനാണോ? അല്ല മരുന്നിനോട് ഒരു പേടി കൊണ്ടാണോ? മരുന്ന് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടാണോ? പല ആൾക്കാരും പറയുന്നത് മരുന്ന് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യണം സാറേ. പല കസ്റ്റമേഴ്സിനോടും പല ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഇതൊരു 6 മാസം കഴിച്ച് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഇനിയും കൺട്രോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ആര് പറഞ്ഞു? ഈ 4 സപ്ലിമെന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഈ 4 സപ്ലിമെന്റ് കഴിക്കേണ്ടി വരും. ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ മെഡിസിൻ കഴിക്കേണ്ടി വരും. മെഡിസിൻസ് കുറയ്ക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ മെഡിസിൻസ് നിർത്തണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഡോക്ടേഴ്സ് ആണ് പറയേണ്ടത്, മെഡിക്കൽ പ്രൊഫഷണൽസ് ആ പറയുന്നത്. നമ്മളതിൽ അധികാരമില്ല. വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇൻസ്ട്രക്ട് എ പേഷ്യന്റ് ടു സ്റ്റോപ്പ് മെഡിസിൻ. ഇത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് മരുന്ന് നിർത്താൻ പറ്റുമെന്ന് പറയാൻ ഒരു അധികാരവും ഒരാൾക്കും ഇല്ല. അത് ഡോക്ടർമാർക്ക് മാത്രമുള്ളൂ. അത് അവർക്ക് വേണ്ടി തിരികെ കൊടുത്താൽ നമുക്ക് തൊട്ട് കളിക്കാവുന്ന അധികാരം നമുക്കില്ല, പറയാനുള്ള അധികാരം നമുക്കില്ല. ഐ എം വെരി സോറി ടു സേ ദാറ്റ്. ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ മരുന്ന് കഴിക്കുന്നുണ്ട്, അവർ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ കൺട്രോൾഡ് ആണ്, അന്നജത്തിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്, പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തി ചെറിയ വ്യായാമം എങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ കളി മുഴുവൻ എവിടെയാ? നമ്മളെ പ്ലേ ഗ്രൗണ്ട് എവിടെയാ? നമ്മളെ പ്ലേ ഗ്രൗണ്ട് മൊത്തം ഇൻസുലിനിലാണ്. ഒരു വ്യക്തിക്ക് കൈകാലുകളിൽ തരിപ്പുണ്ട്. ആ വ്യക്തി വൈറ്റമിൻ B12 വൈറ്റമിൻ ഡിയും കൊടുത്താൽ ഒരു 2 ആഴ്ചക്കുള്ളിലെങ്കിൽ ആ വ്യക്തിയുടെ തരിപ്പിൽ മാറ്റം കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒരു ലക്ഷണത്തെ നമുക്ക് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ ഏകദേശം 20ഓളം 18ഓളം ലക്ഷണങ്ങൾ ഒരു ഉണ്ടാവുമല്ലോ. പ്രമേഹ രോഗി ആയിക്കൊള്ളുന്നില്ല, ശരിയല്ലേ? ഒരു വ്യക്തിയുടെ ലിപ്പിഡ് പ്രൊഫൈൽ, FLP ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈല് ഒരു പക്ഷേ SGPT SGOT ഒക്കെ 70, 80, 90 ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ വ്യക്തിക്ക് കോഎൻസൈം Q10ഉം ആൽഫ ലിപ്പോയിക് ആസിഡും നമ്മൾ സെൽ പവറും കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മെറ്റബോളിക് റേറ്റ് കൂടുന്തോറും ആ വ്യക്തിയുടെ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ കുറഞ്ഞു കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ലിവർ ഫങ്ഷൻസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ലിവർ ഹെൽത്തിനെ കുറിച്ച് ഞാൻ അവിടെ സംസാരിച്ചിട്ടേ ഇല്ല. ലിവർ ഹെൽത്ത് കൊടുത്താൽ ഏറ്റവും നല്ലത്. പക്ഷേ മെറ്റബോളിക് റേറ്റിലാണ് നമ്മളെ കളി മൊത്തം ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം പുവർ മെറ്റബോളിക് സിൻഡ്രോം, ദെൻ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ദെൻ ഹൈപ്പർ ഇൻസുലിനീമിയ. പിന്നെയാണ് ഓരോ ലക്ഷണങ്ങൾ തുടങ്ങി ഉണ്ടാവുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ലെങ്കിലും ഒരു കസ്റ്റമർക്ക് ഒരൊറ്റ ബെനിഫിറ്റ് ഇതിൽ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് സപ്ലിമെന്റേഷൻ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാം. നമ്പർ 1, ഒരു വ്യക്തി നിങ്ങൾ പുവർ മെറ്റബോളിക് സിൻഡ്രോം, നിങ്ങൾ ഡയബറ്റിക്കോ ഒന്നുമല്ല, നിങ്ങൾ പുവർ മെറ്റബോളിക് സിൻഡ്രോമിലാണെങ്കിൽ ഈവൻ ഒരു പക്ഷേ പലരും ഇതിൽ കേൾക്കുന്ന 300 പേരുണ്ടെങ്കിൽ 295 പേരും പുവർ മെറ്റബോളിക് സിൻഡ്രോമിൽ ആയിരിക്കാം. നിങ്ങൾ അറിയില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സെൽഫ് അനലൈസേഷൻ നടത്താൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ആദ്യം റെക്കമെൻഡ് ചെയ്ത സാധനം എന്താ? ഫസ്റ്റ്, നേരത്തെ ആരോ ഇവിടെ പറഞ്ഞു, പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്. നിർബന്ധമായിട്ടും പുവർ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ ആദ്യം ബാധിക്കുക ഗട്ട് ഹെൽത്തിനെയാണ്. അപ്പൊ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ട എവിടെയാ? ഗട്ട് ട്രീറ്റ് ചെയ്താൽ 50% നിങ്ങളുടെ ശരീരത്തിന്റെ സിഗ്നൽ പാസിംഗ്, കമ്മ്യൂണിക്കേഷൻസ്, കാരണം ഗട്ടാണ് എല്ലാ സിസ്റ്റമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, എല്ലാ സിസ്റ്റമായിട്ട്, യൂറിനറി സിസ്റ്റം, നെഫ്രോളജി, എല്ലാ സംഗതിയായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗട്ടാണ്. അപ്പൊ 50% ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടത് ഗട്ട് ഹെൽത്തിലാണ്. കോംബയോട്ടിക്സ് മാത്രം കഴിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പോരാ. ഗട്ടിനെ ക്ലിയർ ചെയ്യണം. ടോക്സ് ക്ലീൻ നിർബന്ധമായിട്ട് ഒരു പക്ഷെ കഴിക്കേണ്ടി വരും, ഫൈബറും കഴിക്കേണ്ടി വരും. സപ്ലിമെന്റ് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. ഗ്ലൂട്ടൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടി വരും. ഈ പറഞ്ഞ കസ്റ്റമർ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം 4 ബിസ്ക്കറ്റും 4 റസ്കും 4 പാക്കറ്റ് ഫുഡും പ്രോസസ്ഡ് ഫുഡും കഴിച്ചിട്ട് നിങ്ങൾ സപ്ലിമെന്റേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ വ്യായാമം കൂടി ചെയ്താൽ മതി, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എല്ലാ കസ്റ്റമറുടെ വീട്ടിലും അടുക്കളയിൽ പോയിട്ട് നോക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? പറ്റൂല. അപ്പൊ കുറെയൊക്കെ സെൽഫ് കൺട്രോളും ഉണ്ടാവണം, ശരിയല്ലേ? അതിൽ ആദ്യം ഒഴിവാക്കേണ്ട സാധനമാണ് ഗ്ലൂട്ടൻ.
അവോയ്ഡ് ഗ്ലൂട്ടൻ, അവോയ്ഡ് ഓൾ സ്റ്റോർഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്ഡ് ഫുഡ് എല്ലാം ഒഴിവാക്കണം. വല്ലപ്പോഴും കഴിക്കാൻ തോന്നാം, വല്ലപ്പോഴും ഒരു പാക്കറ്റ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. വല്ലപ്പോഴും ഒരു ഫ്രൈഡ് ഫുഡോ ഡീപ് ഫ്രൈഡ് ഫുഡോ ഒരു പക്ഷെ നല്ല പരിപ്പ് വടയോ. ഇപ്പൊ മലയാളികൾക്ക് പഴംപൊരിക്കാരാണ്, പഴംപൊരി പ്രിയന്മാരാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഴംപൊരി കഴിക്കുന്നത് നമ്മൾ മലയാളികളാ, ശരിയല്ലേ? അതിലുള്ള എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മേല് പുരട്ടാനുള്ള എണ്ണ എന്നാലും ബാക്കി ഉണ്ടാവും, അത്ര എണ്ണ ബാക്കി ഉണ്ടാവും. ഒരു 10 പപ്പടം പൊരിക്കാനുള്ള എണ്ണ ഒരു പഴംപൊരി തന്നെ ഉണ്ടാവും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, വല്ലപ്പോഴും ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അത് നമ്മളെ ബോഡിയല്ലേ, നമ്മളെ നാവല്ലേ, കുറെയൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇഷ്ടംപോലെ കാശ് വരുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു പരിപ്പടിയും പഴംപൊരിയൊക്കെ കഴിക്കാൻ തോന്നാം, പ്രശ്നമല്ല. പക്ഷെ അത് എപ്പോഴെപ്പോഴും കഴിക്കാൻ തോന്നുന്നു നല്ല സൂചനകളെ ഇല്ല. അതും ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഗട്ട് ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊണ്ടുവരണം. നമ്പർ 2 ആഡ് ചെയ്ത സപ്ലിമെന്റ് ആണ് വൈറ്റമിൻ ഡി. വെരി വെരി ഇമ്പോർട്ടന്റ് വൈറ്റമിൻ. കാരണം ഇറ്റ്സ് എ സൺഷൈൻ വൈറ്റമിൻ ബിക്കോസ് വി ആർ നോട്ട് എക്സ്പോസ് ടു സൺലൈറ്റ്. സൺലൈറ്റിന് ആരും എക്സ്പോസ്ഡ് അല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കിടക്കുന്നില്ല. ഓൾറെഡി ടൈം ഈസ് റണ്ണിങ് ഔട്ട്. 1 hour 8 minutes ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വി ഹാവ് ടു സ്റ്റോപ്പ് വിത്തിൻ 5 minutes. ഓക്കെ, സോ വൈറ്റമിൻ ഡി ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിന്റെ ആക്ഷൻ കൂട്ടാൻ ഏറ്റവും നല്ല ന്യൂട്രീഷൻ വൈറ്റമിൻ ഡി ആണ്. പ്രവർത്തനരഹിതമായ ഇൻസുലിൻ, എന്താ പറയാ, തീരെ പ്രവർത്തിക്കാത്ത ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ ഏറ്റവും നല്ല ന്യൂട്രിയന്റ് വൈറ്റമിൻ ഡി ആണ്. പണ്ടത്തെ ആൾക്കാർ നന്നായിട്ട് വെയിൽ കൊണ്ടിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് പ്രമേഹമില്ലാത്തത്. അവർ നന്നായിട്ട് ഭക്ഷണവും കഴിച്ചിരുന്നു, അത്യാവശ്യം നന്നായിട്ട് വ്യായാമം ചെയ്തിരുന്നു, നന്നായിട്ട് വെയിലും കൊണ്ടിരുന്നു. നന്നായിട്ട് വെയിലും മഴയും കൊണ്ടാവും വേറൊരു ഗുണം എന്താണെന്നറിയോ? ഗട്ട് ഹെൽത്തും ക്ലിയർ ആവും, ഇമ്മ്യൂണിറ്റിയും ക്ലിയർ ആവും. ഇന്ന് തീരെ വെയിലും മഴയും കൊള്ളാത്തത് കൊണ്ടാണ് വെയിൽ ഇറക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടലും കഫക്കെട്ടും, മഴ പെയ്യുമ്പോഴത്തേക്ക് അപ്പോഴും മുഖച്ചീറ്റലും മൂക്കുചീറ്റലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം തീരെ വെയിലും മഴയും നമ്മൾ കൊള്ളുന്നില്ല. കൊള്ളാൻ പാടില്ലെന്നാ മക്കളോട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം വെയിൽ കൊള്ളുക, മാക്സിമം മഴ കൊള്ളുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. മാക്സിമം വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും, വൈറ്റമിൻ ഡി കൂടിയാൽ ഇമ്മ്യൂണിറ്റി കൂടും, മഴ കൊണ്ടാലും അസുഖം വരില്ല. ഇത് വെയിൽ തീരെ കൊള്ളാത്തതുകൊണ്ടാണ് വൈറ്റമിൻ ഡി തീരെ കിട്ടാത്തതും, അതുകൊണ്ടാണ് മഴക്കാലം വരുമ്പോഴത്തേക്ക് നമുക്ക് അസുഖം വരുന്നത്. പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ഉണ്ടല്ലോ. എല്ലാത്തിനും സപ്ലിമെന്റ്സിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് റെക്കമെൻഡ്. കുറെയൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ടും കിട്ടണം, ഒരു 50% സപ്ലിമെന്റ്സിനെയും ആശ്രയിക്കണം. കാരണം എല്ലാം നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇത് പലപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല. തീരെ കിട്ടുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു 50% നാച്ചുറൽ ആയിട്ട് കിട്ടാനുള്ള സോഴ്സും കണ്ടെത്തണം, 50% നമുക്ക് ബാക്കിയുള്ള നികത്താനായിട്ടാണ് നമ്മൾ സപ്ലിമെന്റ്സ് എന്നാണല്ലോ ഒരു പേരുള്ളത്, ശരിയല്ലേ? നികത്തുക എന്നുള്ളതാണ് സപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ്, ട്രേസ് മിനറൽസ്. ട്രേസ് മിനറൽസിൽ വരുന്നത് നമ്പർ 1 മഗ്നീഷ്യം, നമ്പർ 2 ക്രോമിയം, സെലീനിയം, സിങ്ക്, ഫോസ്ഫറസ് ആൻഡ് വെനേഡിയം. 6 മിനറൽസ് വളരെ വളരെ ആവശ്യമാണ് നിങ്ങളെ പുവർ മെറ്റബോളിക് സിൻഡ്രോമിൽ നിന്നും ഒഴിവാക്കാൻ, ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവാതിരിക്കാൻ, ഇൻസുലിന്റെ പ്രവർത്തനം കൂട്ടാനായിട്ട് ഈ 6 മിനറൽസ് വളരെ ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. മഗ്നീഷ്യം എന്ന് പറയും, ജി സൈലന്റ് ആണ്. മഗ്നീഷ്യം, ക്രോമിയം, സെലീനിയം, സിങ്ക്, ഫോസ്ഫറസ് ആൻഡ് വെനേഡിയം. ഈ 6 ന്യൂട്രിയന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ന്യൂട്രിയന്റ് ആണ്. ഇതിൽ നമുക്ക് റിച്ച് ആയിട്ട് കിടക്കുന്നത് നമുക്ക് നമ്മളെ മിനറൽ ഡ്രോപ്സിലുണ്ട്. കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സിൽ നമുക്ക് റിച്ച് ആയിട്ടുണ്ട്. ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഓഫ് ഊത്ത എക്സ്ട്രാക്ട് എടുക്കുന്ന നമ്മൾ മിനറൽ ഡ്രോപ്സിൽ ഈ 6 ന്യൂട്രീഷൻസ് നമുക്കുണ്ട്. നമുക്കൊരു 7 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ 3 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 84 മിനറൽസ് കിട്ടുന്ന, അതിൽ മഗ്നീഷ്യം, ക്രോമിയം, സിങ്ക് ഒക്കെ വളരെയധികം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ മിനറൽ ഡ്രോപ്സിൽ. അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട 2 ന്യൂട്രിയന്റ് ആണ്. ഇത് രണ്ടും ആണ് നിങ്ങളെ മെറ്റബോളിക് റേറ്റിനെയും നിങ്ങളെ മൈറ്റോകോൺട്രിയനെ ഒക്കെ തീരുമാനിക്കുന്ന ഈ 2 ഘടകമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോഎൻസൈം Q10 ആൻഡ് സെൽ പവർ. ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറഞ്ഞ സെൽ പവർ ആണ് ഇതിന് രണ്ടും വളരെ ഇമ്പോർട്ടന്റ്. ഇത് രണ്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനത്തെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. വളരെ ഈയിടെയാണ് എനിക്ക് മനസ്സിലായത് കോഎൻസൈം Q10 കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനെവർ ഐ ആം ഗോയിങ് ടു ഹിറ്റ് എ ജിം, ഞാനൊരു 5 ഗ്രാം ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്, 5 grams ഓഫ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്, അതിന്റെ കൂടെ ഒരു കോഎൻസൈം Q10 കഴിച്ചിട്ടാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അന്ന് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് നമ്മൾ മസിലിന്റെ വേറെ ടയറിനൊക്കെ നികത്തുന്നുണ്ടാവും.
കോയിൻസ് ക്യൂട്ടൻ മസിൽ ബിൽഡപ്പിന് സഹായിക്കുന്നുണ്ടാവും. കോയിൻസ് ക്യൂട്ടൻ നമ്മളെ സ്റ്റാമിനനെ കൂട്ടും. കോയിൻസ് ക്യൂട്ടൻ നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ പ്രവർത്തിപ്പിക്കും. നമ്മളെ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ഇല്ലാതെയാക്കും. മൈഗ്രെയിന് വരെ, മൈഗ്രെയിൻ ഈസ് ഓൾസോ റിലേറ്റഡ് ടു മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ എന്നാണ് പറയുന്നത്. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ടാവും. ഹാർട്ട് ഹെൽത്തി ആയിരിക്കും, ബ്രെയിൻ ഹെൽത്തി ആയിരിക്കും, കണ്ണ് ഹെൽത്തി ആയിരിക്കും. കണ്ണ് ഹെൽത്തി ആയിരിക്കും എന്ന് എനിക്ക് പറയാനുള്ള കാരണം, ഒരു 3 ആഴ്ച മുന്നേ നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് ഫസ്റ്റ് ഡേ മീറ്റിംഗ് വെച്ച സമയത്ത് എനിക്ക് ആ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പേര് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. 3 ആഴ്ച, ഇപ്പോഴാണല്ലോ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്, ശരിയല്ലേ? 3 ആഴ്ച ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ പേര് കണ്ടിട്ടുണ്ടാവില്ല. പല ആൾക്കാർക്ക് സ്പെക്സ് ഇടാതെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല ബ്രൈറ്റ് ലൈറ്റിൽ എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇന്നലെ അതിന് ശേഷം ഞാൻ ഐസപ്പോർട്ടിന്റെ കഴിക്കുന്ന അളവ് കൂട്ടി, വൈറ്റൽ കോംപ്ലക്സിന് കഴിക്കുന്ന അളവും ഞാൻ കൂട്ടി. ഇത് എങ്ങനെയെങ്കിലും കൂട്ടണമല്ല, ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇത് ഡിം ലൈറ്റിലും വായിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലറും ഭാര്യയും നമ്മള് 1-2 പ്രവർത്തകർ ഇരുന്ന സമയത്ത് ഡിം ലൈറ്റിൽ ഞാനിത് ഇങ്ങനെ വെച്ച് പിടിച്ച് മണിയായിട്ട് വായിച്ചപ്പോ എന്റെ കൂടെ അന്നത്തെ സഹപ്രവർത്തകർ എന്റെ കൂടെ പറഞ്ഞതാണ്, കൊള്ളാലോ രാഘവ, 3 ആഴ്ച കൊണ്ട് ഇങ്ങനെ വായിക്കാൻ സാധിച്ചല്ലോ എന്ന്. ആലോചിച്ച് നോക്കുക നമ്മൾ ഐസപ്പോർട്ടിന്റെയും വൈറ്റൽ കോംപ്ലക്സിന്റെയും പവർ എന്താണെന്ന്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. വിത്തിൻ 3 വീക്സ് ആണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പം മൈറ്റോകോൺട്രിയ, കമ്മിങ് ബാക്ക് ടു മൈറ്റോകോൺട്രിയൽ ഹെൽത്തിന് ഏറ്റവും ബൂസ്റ്റപ്പ് ചെയ്യുന്ന സാധനമാണ് കോയിൻസൈം ക്യൂട്ടൻ. കോയിൻസൈം ക്യൂട്ടന്റെ വേറെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഈവൻ ഡെഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയനെ അവരുടെ ആക്ടിവിറ്റി. അതുകൊണ്ട് നിങ്ങൾ കിഡ്നി ഫങ്ഷൻസ് മോശമാണ്, കുറവാണ്, അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻസ് കുറവാണ്, ഫാറ്റി ലിവർ ഉണ്ട്, ലിവർ സിറോസിസ് ആണ്, നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗിങ് ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മശക്തി കുറവുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, സ്കിന്നിന് ചുളിവുകളുണ്ട്, പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ്, ബീറ്റാ സെൽസിന്റെ ഫങ്ഷൻസ് കുറവാണ്, ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്, ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, ഊർജ്ജക്കുറവുണ്ട്, പോർ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്. ഈ കണ്ടീഷൻസിൽ എന്ത് കണ്ടീഷൻ ആണെങ്കിലും കോയിൻസൈം ക്യൂട്ടൻ വിൽ വർക്ക്. അതാണ് ക്യൂട്ടന്റെ ഏറ്റവും പ്രത്യേകത. സെൽ പവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആൽഫ ലിപ്പോയിക് ആസിഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധനം വീക്കായി കിടക്കുന്ന എന്താ പറയാ ഈ മൈറ്റോകോൺട്രിയ ഉണ്ടാവും. എല്ലാ മൈറ്റോകോൺട്രിയും ഒരേപോലെ വർക്ക് ചെയ്യണം എന്നില്ല. ഇപ്പം ഹാർട്ട് സ്ലഗ്ഗിഷ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഹാർട്ട് സ്ലഗ്ഗിഷ് ആണെന്നുണ്ടെങ്കിൽ, ഹാർട്ട് സെൽസിന്റെ ഫങ്ഷൻസ് കുറവായിരിക്കും, കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഏത് ഓർഗനാണ് നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ആ ഫങ്ഷൻ ചെയ്യാതിരിക്കാൻ ഒരു കാരണം മൈറ്റോകോൺട്രിയ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പോലെ തന്നെ മൈറ്റോകോൺട്രിയൽ റെസിസ്റ്റന്റ് എന്ന് പറയും. ഇൻസുലിൻ റെസിസ്റ്റന്റ് പോലെ മൈറ്റോകോൺട്രിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയൽ റെസിസ്റ്റൻസിന് അടിപൊളി സാധനമാണ് നമ്മുടെ ആൽഫ ലിപ്പോയിക് ആസിഡ്, നമ്മുടെ സെൽ പവർ. അപ്പം സെൽ പവർ കൊടുത്താൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ നന്നായിട്ട് വർക്ക് ചെയ്യും. കോയിൻസൈം ക്യൂട്ടൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസുലിന്റെ ആക്ഷൻ, ഇത് രണ്ടും, ഇൻസുലിന്റെ ആക്ഷൻ, ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാന്, ഇൻസുലിന്റെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഇത് രണ്ടും ഒരേപോലെ പരസ്പര പൂരകങ്ങളായിട്ട് കോയിൻസൈം ക്യൂട്ടനും ഈ പറയുന്ന ആൽഫ ലിപ്പോയിക് ആസിഡും സെൽ പവറും പരസ്പര പൂരകങ്ങളായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഒരു ആന്റി ഓക്സിഡന്റ് എന്തായാലും വേണം, ഏതെങ്കിലും ഒരു ആന്റി ഓക്സിഡന്റ് ഇതിന്റെ കൂടെ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആന്റി ഓക്സിഡന്റ് എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും. എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തലോടൽ, ഇതിന്റെ കൂടെ ഇതിന്റെ ഫങ്ഷൻസ് കൂട്ടാനായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ക്യൂട്ടനും അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും മിനറൽസും കോംബയോട്ടിക്സും, നമ്മൾ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടും നമ്മൾ ആൽഫ ലിപ്പോയിക് ആസിഡും കൊടുക്കുന്ന സമയത്ത് വർക്ക് ചെയ്യും. പക്ഷെ ഇതിന്റെ ഫങ്ഷൻസ് ഒന്നുകൂടെ കൂട്ടാൻ പല ആൾക്കാരും പറയും, ഇത്ര ഡോസ് വേണോ സാറേ? ആൽഫ ലിപ്പോയിക് ആസിഡ് 2 വേണോ? കോയിൻസൈം ക്യൂട്ടൻ ഡെയിലി 2 കഴിക്കണം, 1 കഴിച്ചാൽ പോരെ എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ 1 കഴിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ആന്റി ഓക്സിഡന്റ് അളവ് കൂട്ടണം. അത് നമുക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആന്റി ഓക്സിഡന്റ് ആണ് ടിബക്തോൺ.
190 ബയോ ആക്റ്റീവ് കോമ്പണൻസ് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് എല്ലാ ഫെനോൾസ് ഉണ്ട്, പോളിഫെനോൾസ്, ഒരുപാട് പോളിഫെനോൾസ് ഉണ്ട്, ബയോ ആക്റ്റീവ് കോമ്പണൻസ് ഒരുപാട് സംഗതികളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. സിബക്തോണിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. ഓക്കെ, ഓൾറെഡി 1 hour 19 minutes ആയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷനിൽ ഗട്ട് ഹെൽത്ത് ക്ലിയറൻസ്, ഫൈബർ, പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്സ്, വൈറ്റമിൻ ഡി, അതിന്റെ കൂടെ മിനറൽസ്, മഗ്നീഷ്യം, സെലീനിയം, ക്രോമിയം, സിങ്ക്, ഫോസ്ഫറസ്, വെനേഡിയം, സെലീനിയം, ആ കോമ്പിനേഷനിൽ കോയിൻസൈം ക്യൂട്ടൻ വിത്ത് ആൽഫ ലിപ്പോയിക് ആസിഡ്, അതിന്റെ കൂടെ സീബക്തോൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക്കോ നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ സാധാരണ ഒരു പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ശരീരത്തിലെ അസുഖം, രോഗിയൊന്നുമല്ല, നമ്മളെല്ലാവരും പുവർ മെറ്റബോളിക് സിൻഡ്രോമിലൂടെയാണ്. ഈവൻ 99.99% എല്ലാവരും പുവർ മെറ്റബോളിക് സിൻഡ്രോമിൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഇതിലൂടെയാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുന്നതും ബാക്കി അസുഖമൊക്കെ വരും, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്നത്തെ പ്രസന്റേഷനിലൂടെ എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ, ഇതൊന്നുമല്ല നമ്മളെ പേടി സ്വപ്നം എന്ന് പറയുന്നത്. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ട്, ഇതിനേക്കാളൊക്കെ ഏറ്റവും നമ്മളെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് എനിക്കറിയില്ല. കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ വരാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ സംസാരിക്കുന്നുണ്ടാവും. ഇതിന്റെ വോയിസ് ക്ലിപ്സ് ഉണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒക്കെ വോയിസ് ക്ലിപ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾ അതാത് നിങ്ങളുടെ ലീഡേഴ്സിന് ഞാനത് പോസ്റ്റ് ചെയ്യാം. അവരോട് ചോദിക്കുക, രാഘവൻ സാറ് പോസ്റ്റ് ചെയ്തിരുന്നു ചോദിക്കുക, അവരടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് 2-3 പ്രാവശ്യം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ആ വോയിസ് ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ ബിസിനസ്സിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്കായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് ടോപ്പിക്കാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ ഇത്രയും ഇമോഷണൽ ആയിട്ട് ഞാൻ എപ്പോഴും സെഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ആവേശഭരിതനാവാൻ അത്ര ആവേശമായിട്ടില്ല. കാരണം കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടാണ്. ഇമോഷണൽ മീൻസ് നമുക്ക് ഇതാണ് എല്ലാത്തിന്റെയും പ്രശ്നം. കോർ എന്ന് പറയില്ലേ, നമ്മള് കിളി എന്ന് പറയില്ലേ, നമ്മള് ഈ തേനീച്ചക്കൂടിനുള്ള റാണി എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലേ. തേനീച്ചക്കൂട് നശിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, റാണി രക്ഷപ്പെട്ടാൽ ഈ സാധനം വേറെ എവിടെയെങ്കിലും പോയിട്ട് വീണ്ടും ഇതേപോലെ വലിയൊരു തേനീച്ചക്കൂടുണ്ടാവും. അപ്പൊ ആ റാണി എന്ന് പറഞ്ഞ ഹാർട്ട് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാത്തിനും കാരണമെങ്കിൽ നമ്മുടെ അസുഖത്തിന്റെ റാണി എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്, പ്രമേഹമല്ല, ബ്ലഡ് ഷുഗർ അല്ല. അപ്പൊ ആദ്യം അവിടെ നമുക്കൊരു തടയിടാൻ സാധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഒരു 20 മിനിറ്റ് എക്സ്ട്രാ എടുത്തു പോയതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇതെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. വിഷു സക്സസ്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരുടെയും, നമ്മൾ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ആ ഒരു കാര്യത്തിൽ കൂടുതൽ വീട്ടിലൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയെ മൊത്തം ഹെൽത്തി ആക്കാനായിട്ട് നമുക്കൊന്ന് വിചാരിച്ചാൽ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ കൂടെ ചെറിയൊരു ടിപ്സ് ഞാൻ പറയാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഈ ഇഡ്ലി ദോശ കാര്യങ്ങളിൽ നിന്നൊരു മാറ്റം വരുത്തി പൾസസ്, അതേപോലെ നട്ട്സ്, ഈ ഒരു കാര്യങ്ങൾ മാത്രം, അതേപോലെ സാലഡ്സ് എന്തെങ്കിലും, ഇത്ര മാത്രം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കിച്ചണിൽ ചെലവാക്കുന്ന ഒരു മണിക്കൂർ നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. എന്നാൽ ഞാനൊരു 3-4 വർഷമായിട്ട് ശീലിച്ചു പോരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ വളരെ ഹെൽത്തി ആണോ എന്നും ചോദിച്ചു പോരുത്. അതൊക്കെ ഓരോരുത്തരുടെയും ഇതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നല്ല എക്സസൈസ് ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഈ ബിസിനസ്സിൽ നമ്മൾ പറയുന്ന പോലെ നല്ല ഹെൽത്തും വെൽത്തും എല്ലാം ഒരുമിച്ച് എല്ലാവർക്കും കിട്ടട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇത്രയും ഒരു ടൈം സ്പെൻഡ് ചെയ്ത രാഘവൻ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കേട്ടിരുന്നിട്ടുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുവാണ്. താങ്ക് യു എവ്രിവൺ. താങ്ക് യു ഫോർ ജോയിനിങ്. വിഷ് യു വെൽത്ത്. ഗുഡ് നൈറ്റ്.